സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല. സൂപ്പർ. മലയാളികളുടെ ഏറ്റവും വളരെ മോശമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് മര്യാദയ്ക്ക് അറിയില്ല. ഫ്രിഡ്ജിനകത്ത് പഴയ ഭക്ഷണങ്ങളെടുത്ത് ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് കൊണ്ട് ഔട്ട് ചെയ്ത് കളയുക. പച്ചക്കറികൾ ഇങ്ങനെ കൂട്ടമായിട്ട് വാങ്ങിക്കുക. ദേ ഡോണ്ട് നോ ഹൗ ടു പ്ലാൻ എ മീൽ ഫോർ എ വീക്ക് ഒരു ഫാമിലി. മന്തി ഒരു കൾച്ചറാണ് നമ്മുടെ നാട്ടില്. അഫോർഡബിലിറ്റി, സ്പീഡ്, കംഫർട്ട്, രുചി, ഇതെല്ലാം നോക്കുമ്പോൾ മന്തി എല്ലാവരുടെയും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് മാറിയതാണ്. നിങ്ങൾ മന്തി എത്ര വേണമെങ്കിലും കഴിച്ചുള്ളൂ, ദയവേദ മയോണൈസ് തൊടാണ്ടിരിക്കും. മയോണൈസ് ഇസ് നോട്ട് എ റൈസ് കോമ്പിനേഷൻ അറ്റ് ഓൾ. നമ്മുടെ ചോറിനകത്ത് രസം വേണം അല്ലെങ്കിൽ സാമ്പാർ വേണമെന്ന പോലൊക്കെ മയോണൈസ് കഴിക്കുന്ന ഒരു നരേന്ദ്രമോദി പ്യൂർ വെജ്. അദ്ദേഹത്തിന് ഞാൻ കേട്ടത് അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മഷ്റൂം ഉണ്ട്, ഭയങ്കര വിലയാണ്, മഞ്ഞുരുകി പോയതിനു ശേഷമാണ് കിട്ടുക. പിണറായി സഖാവനാണ്. അദ്ദേഹത്തിന് മത്സ്യക്കറി ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വയറല്ല മനസ്സാണ് നിറയ്ക്കണമെന്ന് പറയാറുണ്ട്. ദ വേ യു സെർവ്, വേ യു ഹോസ്റ്റ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു ആതിഥ്യ മര്യാദയിൽ ഒരു മോശം ഭക്ഷണം കൊടുത്തു പോലും തൃപ്തിയാക്കാൻ പറ്റും. ഇപ്പൊ ഒരാളുടെ ഒരു വീട്ടിൽ വരുന്നിട്ട് അവർ പറയാണ് കറി തീർന്നു, ഞാൻ ഇത്തിരി ചമ്മന്തി അരച്ച് ചോറ് തരട്ടെ. ആ കേൾവിയിൽ ആ ചമ്മന്തി ഒരു വലിയൊരു സ്പ്രെഡ് ഓഫ് ബൊഫെ കഴിക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു 50 വർഷത്തിന് മേലെയുള്ള ഒരു 30 കട പോലും ഇനിയില്ല. അങ്ങനെയൊക്കെയുള്ള കടകളാണ് അറിയേണ്ടത്. 90 years man, 100 years എന്നൊക്കെ നമ്മുടെ വീരസ്വാമി മഹാത്മാഗാന്ധിയും വിൻസ്റ്റൺ ചർച്ചിലൊക്കെ കഴിച്ച റെസ്റ്റോറൻറ്റ് വർഷമായി ലണ്ടനിൽ. അത് വലിയ ലെഗസി അല്ലേ. അവരിട്ടാൽ വള്ളി നിക്കറ് എന്താണ് അങ്ങനെ സംഭവം. അതുപോലെ 90 വർഷമുള്ള കടകളൊക്കെ നമ്മൾ പൂജിക്കണം. Star Jam, presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections le pastel stone jewelry series will go well with designer work. Sure item, ningalagum party le star. ഓക്കെ, നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർക്ക് എന്ത് കൊടുക്കും? നരേന്ദ്രമോദി, ഞാനത് ഭയങ്കര ഒരു ആഗ്രഹമാണ് എപ്പോഴെങ്കിലും കൊടുക്കണമെന്നുള്ള. നമ്മുടെ ഒരു മോസ്റ്റ് വേൾഡ് മൊത്തം ഇപ്പോൾ ഒരു ആരാധിക്കുന്ന വലിയൊരു ലീഡറായിട്ട് മാറി. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് മോർ ദാൻ 10+ years ആയിട്ട് 10 വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു അല്ലേ, അതിൽ കൂടുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം വെജാണോ? പ്യൂർ വെജ്. അദ്ദേഹത്തിന് ഞാൻ കേട്ടത് അദ്ദേഹത്തിന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മഷ്റൂം ഉണ്ട്, മോറൽ മഷ്റൂം എന്നാണ് പറയുന്നത്. ഗുച്ചി എന്നാണ്, ഭയങ്കര വിലയാണ്. അധികം കാശ്മീരിലൊക്കെ അല്ലെങ്കിൽ മഞ്ഞുമലയുടെ അടിയിൽ ഇത് ഉണ്ടായിട്ട് മഞ്ഞുരുകി പോയതിനു ശേഷമാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭയങ്കര വില കൂടുതൽ. മോറൽ എന്നാണ് പേര്. അത് ഭയങ്കര ഒരു ഡ്രൈ മഷ്റൂം ആണ്. അതും പനീറും വെച്ചിട്ടൊരു ഡിഷ് ഉണ്ട്. പനീർ ബട്ടർ മസാല നമുക്കറിയാലോ, പനീർ മഖ്നി. പനീർ മഖ്നിക്ക് അത് പനീർ ഗുച്ചി മഖ്നി എന്നാണ് ഈ ഡിഷിന്റെ പേര്. അപ്പോൾ ഇത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ഗുച്ചി ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അത് വെച്ചിട്ട് അല്ലെങ്കിൽ ഞാനത് നമ്മുടെ അവിയലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു കേരള അവിയൽ വിത്ത് ഗുച്ചി. അപ്പോൾ ആ ഒരു മഷ്റൂം നല്ല രസമുള്ളത്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. മോറൽ മഷ്റൂംസ് എന്നാണ് എൻ്റെ പേര്. ഒരു ബ്ലാക്ക് കളറിൽ. അത് ഇത്രയും വില കൂടുതലുള്ള കാരണം ഇത് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ആണ്. അപ്പൊ അവിയൽ കൊടുത്തു. അതെ, അതിനകത്ത് നമ്മൾ നേരത്തെ പ്രോട്ടീൻ അവിയൽ വരാൻ ഗുച്ചി അവിയൽ. ഇപ്പം തപ്പി പിടിച്ച് ഭക്ഷണം അന്വേഷിച്ച് പോയി കഴിക്കാറുണ്ടെന്നാണ്. അങ്ങനെയാണ് ഇപ്പൊ കട കിട്ടിയതും സഞ്ജുവിന് കഞ്ഞി എത്തിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഞാൻ ഓരോ ജില്ല പറയും, അവിടുത്തെ ഒരു ഫേവറേറ്റ് ആർക്കും അറിയാത്തൊരു സ്പോട്ട് പറയണം, പറ്റുമോ? പിന്നെ ഓക്കെ, ട്രിവാൻഡ്രത്ത് ആർക്കും അറിയാത്തെന്ന് പറയാൻ പറ്റില്ല. ഷെഫിലൊക്കെ ഇഷ്ടമുള്ള, എനിക്ക് ഇഷ്ടമുള്ള ഒരു 3-4 കടയുണ്ട്. എനിക്ക് ആ കൊച്ചണ്ണൻ സാഹിബിന്റെ കടയിൽ പോയി മട്ടൻ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അവിടുത്തെ കുറെ ഫേവറേറ്റ് എല്ലാവർക്കും അറിയാവുന്ന ട്രിവാൻഡ്രത്ത് ഇപ്പോൾ റെജില ആയിക്കോട്ടെ, അങ്ങനെ പല കടകളുണ്ട്. പിന്നെ ബാലരാമപുരം ബിസ്മി, അങ്ങനെയൊക്കെയുള്ള കുറെ ലോക്കൽ കടയുണ്ട്. അവിടുന്ന് എന്താണെന്നും കൂടി പറയണം ഫേവറേറ്റ് സാധനം. ഇവിടുത്തെ മട്ടനും പൊറോട്ടയും ബെസ്റ്റ്. മട്ടൻ പൊറോട്ട. കൊല്ലത്തേക്ക് വരാം. കൊല്ലത്ത് നമ്മുടെ നാടല്ലേ. കൊല്ലത്ത് ഏറ്റവും ഇങ്ങനെ ഈ അടുത്ത് ഞാൻ അങ്ങനെ കുറെ കടകളുണ്ടെങ്കിൽ ഈ കൊല്ലത്ത് നമ്മൾ കരുനാഗപ്പള്ളി അങ്ങോട്ട് എറണാകുളത്തേക്ക് വരുമ്പോൾ ടൈറ്റാനിയം ജംഗ്ഷൻ ഉണ്ട്. നമ്മുടെ ടൈറ്റാനിയം വലിയ കമ്പനിയില്ലേ, അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവിടെ ടൈറ്റാനിയത്തിലെ ജോലിക്കാരൊക്കെ വന്ന് കഴിക്കുന്ന 8 സീറ്റുള്ള ഒരു ചെറിയൊരു കട. അപ്പോൾ ഇപ്പോൾ ആ കടയ്ക്ക് പേരൊക്കെ, അന്ന് പേരൊന്നുമില്ല. ഞാൻ അവിടെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന, സ്കൂളിലല്ല, ഞാൻ ഒരു പ്രീ ഡിഗ്രി പോലെ അവിടെ പഠിച്ച സമയത്ത് ഞങ്ങളൊക്കെ അവിടെ വന്ന് പൊറോട്ടയും ചാറി, പുള്ളിയുടെ അച്ഛനൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രേമേട്ടൻ്റെ കടയെന്ന് പറഞ്ഞ പേരായി. ഇപ്പോൾ നമ്മൾ വന്നൊരു വീഡിയോ ഒക്കെ ഇട്ട് ഭയങ്കര ഫേമസ് ആണ്. നല്ല വിറകടുപ്പിൽ 6 മണിക്ക് ഒരു ചരുവം ബീഫ് കറി, ഒരു ചരുവം ബീഫ് ഫ്രൈ. ഇത് തീർന്നു. പക്ഷെ ഒരു വൈകുന്നേരം വരെ കാണും. പൊറോട്ട രാവിലെ ഇടിയപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ നല്ല ചെറിയ കുഞ്ഞു പൊറോട്ടയും ചായയും. 8 സീറ്റുള്ള ഒരു ഏർമാട കടയാണ്. നിങ്ങൾ പോയി ഒരു എക്സ്പീരിയൻസ് എടുക്കുക. ഒരു അമേസിങ് സ്പോട്ടാണ്. അങ്ങനെ ഒത്തിരി കടകളുണ്ട്, ഞാൻ ഓരോന്നും പോയിട്ട് പറയാണ്. ആലപ്പുഴയിൽ ബ്രദേഴ്സ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. പിന്നെ നമ്മുടെ മധുവേട്ടൻ്റെ കട അവിടെ അവരുടെ വീട്ടിലൊക്കെ ഞാൻ സ്ഥിരം പോയി കഴിക്കുന്നത്. പിന്നെ കോട്ടയത്തും ഉണ്ട്. കടയുടെ പേര് ഞാനത് ഇതിന്റെ കമന്റ് ആയിട്ട് ഇടാം. ഇടുക്കിയിൽ എനിക്കറിയില്ല കേട്ടോ. ഇടുക്കിയിൽ അങ്ങനെ ഒരു കുറെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്കൊരു
പിന്നെ ആ ഒരു രീതിയിലുള്ള ഹോട്ടലായിട്ടാണ് കഴിച്ചത്. വീടുകളിലാണ് കൂടുതൽ പോയി എനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വീടുകളിൽ രക്ഷ ഹൈ റേഞ്ച് ഫുഡ് നമ്മൾ പോയി കഴിക്കണം. ഞാൻ തൊടുപുഴയിലൊക്കെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി ഇടിക്കാതെ എനിക്ക് പെട്ടെന്ന് പറയുമ്പോൾ ഹോട്ടൽ ഓർമ്മ വരാത്തത്. വീടുകളിൽ നിന്ന് കഴിച്ച് അവിടുത്തെ ഫാൻ. ശരി, കൊച്ചി ഞാൻ ഇന്നലെ ഒരിടത്ത് പോയി കഴിച്ചു. ഡയറ്റിന്റെ ഇടയിൽ ഇതൊക്കെ ഉണ്ട്. ഇന്നലെ പോയി കഴിക്കേണ്ടി വന്നു. ചീറ്റ് ഡേ അല്ല, ഞാൻ ഇങ്ങനെ ട്രാവലിംഗ് കൊടൈക്കനാലിൽ നിന്ന് വരുവാണ്. കോതമംഗലത്ത് 90 വർഷമായ ഒരു കട. ക്യാൻ യു ബിലീവ്? 8 സീറ്റ്. ആ ഉമ്മ രാവിലെ 4:30 എണീറ്റിട്ട് ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കി വെക്കും, ഒരു മുട്ടക്കറി, പുട്ട്. 12 മണിയാകുമ്പോൾ കഴിയും. 8 സീറ്റ്, 90 വർഷമായ കട. ഒരു പേരോ പെരുമയോ ഒന്നുമില്ല. മിനി റെസ്റ്റോറൻറ്റ്. എവിടെയാണ്? കോതമംഗലം ടൗണില്. അപ്പൊ ഇങ്ങനെ വരുന്ന വഴിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് നമുക്കൊരു ചായ കുടിക്കാൻ പറയുമ്പോൾ കൊണ്ടുപോയി. അപ്പൊ അവിടെ ബീഫ് തീർന്ന് അവസാനം നമ്മൾ 4 കഷ്ണം ടേസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ തന്നു. അപ്പൊ അടിപൊളി ചെറിയൊരു ബേക്കറി പോലെ 8 സീറ്റുള്ള ഒരു കട. അപ്പൊ കൊച്ചിയിൽ ഒരുപാട് കടയുണ്ട് അങ്ങനെ കഴിക്കുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇപ്പം ഈ കോതമംഗലത്തെ കട എങ്ങനെ കണ്ടുപിടിച്ചു? കൂട്ടുകാർ കൊണ്ടുപോയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചായ, നാടൻ ചായ കുടിക്കാം. ഞാൻ ചായയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്ത് കൊടൈക്കനാൽ ടു ഞങ്ങള് ഭയങ്കര തേനി, കമ്പം വഴി, പെരിയകുളം വഴി ഇങ്ങനെ വരുവാണ്. അങ്ങനെ വന്നൊരു ഈ സ്ഥലത്തെത്തി ചായ കുടിക്കാൻ കയറി. മിനി എന്നാണോ പേരെന്നല്ല, ഇത് ഇന്നലെ നടന്ന സംഭവമാണേ. അപ്പോൾ അത് ഞാൻ തപ്പിപ്പിടിച്ച് ഞാനിപ്പോൾ ഏറ്റവും എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കടകളെല്ലാം പോയി. ഒരു 50 വർഷത്തിന് മേലെയുള്ള ഒരു 30 കട പോലും ഇനിയില്ല. എങ്ങനെയോ അന്യം നിന്ന് പോയി. പക്ഷെ അതൊക്കെ നമ്മൾ നിലനിർത്തേണ്ടത്. ഇങ്ങനെ കട കാണുമ്പോൾ എനിക്ക് ആ ഉമ്മ ഉണ്ടാക്കുന്ന 4:30 ഉമ്മ എണീറ്റ് വന്ന് അവരുടെ ഫാദർ തുടങ്ങിയതാണ്. അപ്പോൾ ഈ പഴയ വണ്ടിക്കാർക്കും ഒക്കെ വരും. അപ്പോൾ അവിടെ സ്ഥിരം അവർക്ക് പണ്ട് ഇപ്പോഴും ഒരേ കച്ചവടം. കൂടുതൽ അധികാർക്ക് അറിയില്ല. ദൈവം ഞാൻ ഇപ്പോൾ പറഞ്ഞത് ആരെ അറിയിക്കണ്ട, കാരണം അവർക്ക് കൂടുതൽ കൊടുക്കാൻ പോലും താല്പര്യമില്ല. ഇവർക്കുള്ള 8 സീറ്റല്ലേ ഉള്ളൂ, 2 ടേബിള്, 4 അപ്പോൾ 8 പേരിരുന്ന കട ഫില്ലായി. കട എല്ലാവരും അറിയണം. അങ്ങനെയൊക്കെയുള്ള കടകളാണ് അറിയേണ്ടത്. 90 years man, 100 years എന്നൊക്കെ. നമ്മുടെ വീരസ്വാമി, മഹാത്മാഗാന്ധി, വിൻസ്റ്റൺ ചർച്ചിലെ കഴിച്ച റെസ്റ്റോറൻറ്റ് ലണ്ടനിൽ. അത് കഴിഞ്ഞൊരു 10 വർഷമായപ്പോൾ ഓപ്പൺ ചെയ്ത കടയല്ലേ. അതിന്റെ അത് വലിയ ലെഗസി അല്ലേ. അവരിട്ടാൽ വള്ളി നിക്കറ് അങ്ങനെ അതേപോലെ 90 വർഷമുള്ള കടകളൊക്കെ നമ്മൾ പൂജിക്കണം. ഉറപ്പായിട്ട്. തൃശ്ശൂരുണ്ട്. അയ്യോ, തൃശ്ശൂർ നമ്മുടെ വാസുവേട്ടന്റെ കടയുണ്ട്, രഘുചേട്ടന്റെ കട. നമ്മുടെ ചാലക്കുടി സ്റ്റേഡിയത്തിന്റെ അടുത്ത് രഘുവേട്ടൻ മരിച്ചുപോയി അൺഫോർച്ചുനേറ്റ്ലി അടുത്ത്. അദ്ദേഹത്തിന്റെ അമേസിങ് ഭക്ഷണം. ഇപ്പൊ ഭയങ്കര മകനാണ് ഇപ്പൊ നടത്തുന്നത്. എപ്പോഴെങ്കിലും പോകണേ ചാലക്കുടി ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, അവിടെ പോയി രഘുവേട്ടന്റെ കട എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ. വാഴയിലയിൽ നിങ്ങൾ അങ്ങോട്ട് വരുന്നു, ചോറ് വിളമ്പുന്നു, നല്ലൊരു അങ്കമാലി മാങ്ങാക്കറി ഒഴിച്ചു തരും. അത് കഴിഞ്ഞിട്ട് ഒരു ഉപ്പേരി, ഒരു സാമ്പാർ, ഒരു മീൻകറി. പിന്നെ സ്പെഷ്യൽസ് ആണ്, ചെറിയ പോർഷൻ, ചെറിയ പ്രൈസ്. ബീഫ്, ചിക്കൻ, പോർക്ക്, താറാവ്, മട്ടൻ, പലതരം മത്സ്യങ്ങൾ വാഴയിലേക്കകത്താണ് കൊണ്ടുവരുന്നത്, ചെറിയ ചെറിയ പീസായിട്ട്. എന്നിട്ട് ഇങ്ങനെ വിളമ്പി ഒരു ചെറിയൊരു കട. അപ്പോൾ അവിടെ പോയി കഴിക്കുക. ഉറപ്പായിട്ട്. പാലക്കാടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇഡ്ഡലി മട്ടനും കിട്ടുന്നൊരു കട. ഞാൻ അവിടെ നേരിട്ട് പോയി കഴിച്ചിട്ട് അവിടെ നിന്ന് എപ്പോൾ പോയാലും പാഴ്സൽ വാങ്ങിച്ച് കഴിക്കും. പിന്നെ നമ്മുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ. ഓക്കെ. മലപ്പുറം ഉണ്ടോ? മലപ്പുറം ഉണ്ട്. അയ്യോ, മലപ്പുറത്ത് ഒരുപാട് കടകളുണ്ട്. എനിക്ക് മലപ്പുറം ഇറ്റ്സ് എ ബിഗ് ഡിസ്ട്രിക്റ്റ്. നമ്മൾ ഒരിക്കലും ഒരു വലിയൊരു ഭൂപ്രദേശമാണ്. അപ്പോൾ ആ മലപ്പുറം എന്നിപ്പം താനൂര് പോയി കഴിച്ച സ്ഥലങ്ങളുണ്ട്. എനിക്ക് അവിടെ എനിക്ക് അവിടുത്തെ ലോക്കൽ, അവിടെ നമ്മുടെ ഈ കുട്ടൻ സാധനം കിട്ടുന്ന അറിയാലോ. കുട്ടൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ചെറിയ ബീഫ്, ചെറിയ വീൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അതൊക്കെ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്നതാണ്. അപ്പം മലപ്പുറം. അവിടുത്തെ ഫേവറേറ്റ് എന്താ മലപ്പുറത്തെ? എനിക്കവിടെ ഈ ബിരിയാണികൾ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഈ മീറ്റിൻ്റെ വെറൈറ്റീസ് ഓഫ് കുക്കിംഗ് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഇതുണ്ട്. കോഴിക്കോട് ഒരെണ്ണം പറയാൻ പറ്റില്ല, 2 പറയാം. എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ശ്രീധരേട്ടൻ്റെ കടയാണ്. ഞാനിപ്പോൾ ഈ KLF-ൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പം അടുത്ത് പോയി കുറേ സംഭവങ്ങൾ, നല്ല ഫ്രഷ് ആയിട്ടുള്ള രാവിലത്തെ പുട്ടും കുറേ മത്സ്യവിഭവങ്ങൾ. പിന്നെ നമ്മുടെ ചന്ദ്രേട്ടൻ്റെ കട എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അത് കാരന്തൂര്. അത് നിങ്ങൾക്കറിയാലോ, അവിടുത്തെ രാവിലെ കൈപ്പത്തിരിയും പുഴുക്കും അതുപോലെ മീൻ വിഭവങ്ങൾ, റീൽസ് ഒക്കെ വരാറുണ്ട്. ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അമ്മാമെസ് ലൂണ്, ബാക്കിയൊക്കെ അങ്ങനെ കുറേ ലോക്കൽ സ്പോട്ടുകളുണ്ടല്ലോ. വയനാടുണ്ടോ? വയനാട് ഉണ്ടോന്നോ? വയനാട് എൻ്റെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് മജീദ് അക്കൻ്റെ കട. ആ മജീദ് കാട കടയിൽ പോയിട്ടുള്ള ആ ബീഫ്, അത് വിറകടുപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വെക്കും. അതിപ്പോൾ ആളുകളൊന്ന് ഒരാഴ്ചത്തേക്കൊക്കെ ഖത്തറിൽ, ദുബായിലൊക്കെ പോകാൻ പാക്ക് ചെയ്തുകൊണ്ട് പോവാണ്.
കാടാണ്, പുൽപ്പള്ളി അടുത്താണേ. പുൽപ്പള്ളി ആണോ എന്ന് അറിയത്തില്ല, ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടെ പോയി. അപ്പോൾ അവിടെ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു വിറകടുപ്പിൽ ഇങ്ങനെ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വിറക് വെച്ചിട്ടുണ്ടാക്കുന്നത്. എന്നിട്ട് ഒരു ചരുവം നിറയെ ബീഫ് അങ്ങോട്ട് വേവും, അടുത്തൊരെണ്ണം റെഡി ആയിട്ടുണ്ടാവും. അത് തീരുന്ന പോലും അറിയില്ല. അടുത്ത ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ബീഫ് ഇങ്ങനെ ഒറ്റ ഡിഷ്. വേറെയും കുറേ ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ പോയി നിങ്ങൾ ബീഫും പത്തിരിയും. കണ്ണൂര് എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട മറ്റേ ഒതേനിലെ മീൻ, അവിടെ പോയി ഞാൻ ചോറിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ എനിക്ക് കണ്ണൂർ മോർ ദാൻ ഹോട്ടൽസ് വീടുകളാണ് ഇഷ്ടം. ഒത്തിരി എനിക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും ഒത്തിരി വീട്ടിൽ പോയി കഴിച്ച സ്ഥലം കണ്ണൂരാണ്. ഒരു സ്ഥലം കൂടി ഉള്ളല്ലോ, കാസർഗോഡും എനിക്ക് ആ സ്പോട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ മലയാളിയുടെ ഫുഡ് കൾച്ചർ മാറണമെന്ന് പറഞ്ഞു നമ്മള്. അതെ, കാർബ് കഴിക്കുന്നത് ശരീരത്തോട് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട്. അതെ, ഇപ്പൊ മന്തി ഒരു കൾച്ചറാണ് നമ്മുടെ നാട്ടില്. അതെ, കേരളത്തിലെ റോട്ടില് കുഴിയും റോഡ് സൈഡിൽ കുഴിമന്തിയും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. മന്തി ശരിക്കും ത്രെട്ടാണോ, പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് ഫീൽഡിലുള്ളവർക്ക്? പണ്ട് ബിരിയാണി ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ സേഫസ്റ്റ് ഓപ്ഷൻ മന്തിയാണ്. അതെ, തീർച്ചയായിട്ടും അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഇല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ അത് എങ്ങനെയാണ് കഴിക്കുന്ന രീതി നോക്കുമ്പോഴും അതൊരു എന്തുകൊണ്ടാണ് അത് ഇത്രയും പോപ്പുലർ ആണെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു മന്തി അതിന്റെ ഒരു വേഗത്തിൽ ഏറ്റവും അഫോർഡബിളായിട്ട് കഴിക്കാൻ പറ്റുന്നതും മോസ്റ്റ് ഷെയർ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഷെയർ ഇട്ട് കഴിക്കാം. ഒരാൾ വന്നാൽ ഇപ്പോൾ ഒരു വലിയൊരു മന്തി വാങ്ങിച്ചാൽ 4 പേർക്ക് 4 കുട്ടികൾ, ഒരു യങ്സ്റ്റർ. സോ അപ്പോൾ അത് നമ്മളതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നല്ല ഭക്ഷണത്തിന് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ മന്തി വളരെ ഇപ്പോൾ ഒരു വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ മന്തി പോയി കഴിഞ്ഞാൽ അത് ഓൾറെഡി പ്രീമെയ്ഡാണ്, ഒരു അലാ മിനിറ്റിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല അല്ലേ. അപ്പോൾ അത് റെഡി ആയിട്ടിരിക്കുന്ന ഒരു സാധനവും വേഗത്തിൽ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടും. വില വളരെ കുറവാണ്, റൈസാണ്, കാർബ്, അപ്പോൾ റൈസ് കൂടുതൽ കഴിക്കാം. അപ്പോൾ അതാകുമ്പോൾ അഫോർഡബിലിറ്റി, സ്പീഡ്, കംഫർട്ട്, രുചി, ഇതെല്ലാം നോക്കുമ്പോൾ മന്തി എല്ലാവരുടെയും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് മാറിയതാണ്. അത്ര ഹെൽത്തി അല്ലേ? അഗെയിൻ ഇറ്റ്സ് എ റൈസ് ആൻഡ് മീറ്റ് കഴിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയും അതിനകത്ത് എൻ്റെ കൂടെ ഈ മയനൈസ്, നിങ്ങൾ മന്തി എത്ര വേണമെങ്കിലും കഴിച്ചുള്ളൂ, ദയവേദം മയനൈസ് തൊടാണ്ടിരിക്കും. മയനൈസ് ഇസ് നോട്ട് എ റൈസ് കോമ്പിനേഷൻ അറ്റ് ഓൾ അല്ലേ. മയനൈസ് ഒരിക്കലും നമ്മൾ ഒരു നല്ലൊരു ബർഗറിൻ്റെ മേലെ ജസ്റ്റ് ഒരു ലൈറ്റായിട്ടൊക്കെ ഒരു ഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാലഡിനകത്തൊക്കെ വെക്കുക. ഇത് ഇപ്പം നമ്മളിലെ ചോറിനകത്ത് രസം വേണം, അല്ലെങ്കിൽ സാമ്പാർ വേണമെന്ന പോലെയൊക്കെ മയനൈസ് കഴിക്കുന്ന ഒരു നമ്മൾ പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതങ്ങ് പാലിക്കപ്പെടുകയാണ്, പുതിയ ഒരു നോമായിട്ട് മാറുകയാണ്. അപ്പോൾ പണ്ട് മയനൈസ് സോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തൊക്കെ, ഞാനൊക്കെ ഈ ഇൻഡസ്ട്രിയിലൊക്കെ വരുമ്പം അതൊന്നും മെഷീനിലൊന്നും അല്ല ഉണ്ടാക്കുക, ഹാൻഡ് മെയ്ഡാണ്. മിക്സിയിലല്ല, കൈ വേദന എടുത്തിട്ടൊക്കെ ഉള്ളല്ലോ. അതായത് ഈ മുട്ടയുടെ മഞ്ഞക്കരുവൊക്കെ അന്നൊക്കെ, ഞാനിത് പറഞ്ഞ 90s കാര്യമാണ്, നമ്മളൊക്കെ 93 ഇതിനകത്ത് വന്നതാണ്. അന്ന് മയനൈസ് ഒരു വലിയൊരു ബേസാണ്. അത് ഉണ്ടാക്കാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവുമായിരുന്നു. അവർ ഷെഫുമാർ കൊണ്ടുവന്നിട്ട് പുതുതായിട്ട് വരുന്നവരാണ് ഇത് കലക്കാൻ വിടുക. നമ്മൾ മുട്ട ഇട്ടിട്ട് ഇങ്ങനെ കൈ വെച്ച് കിടക്കും, മേലെ നിന്ന് ഒരാൾ ഇങ്ങനെ ഓരോ ഡ്രോപ്പ് സാലഡ് ഓയിൽ ഇങ്ങനെ ഒഴിക്കും. ആ ഒഴിക്കുന്ന അനുസരിച്ച് കൈ വെച്ച് അതിനെ ലയിപ്പിച്ചിട്ടാണ് ഈ സാധനം നല്ല ഒറിജിനൽ സോസ്. അത് ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ അതെന്താ, ഒരു സ്പൂൺ ജസ്റ്റ് ബർഗറിന്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് വിടുകയാണ്, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയില്ലായിരുന്നു. അപ്പൊ പിന്നീട് ഇതിങ്ങനെ ഇതായി ഇത് ചോറിൻ്റെ അതിൽ അച്ചാറ് കഴിക്കുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് ഇങ്ങനെ കഴിക്കാം. മന്തി ബിരിയാണി ഡിബേറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഷെഫിനോട് മന്തിയാണ് ബിരിയാണിയാണ് ഹെൽത്തി എന്ന് വെച്ചാൽ എന്ത് പറയാം? ഓണസ്റ്റായിട്ട് എനിക്ക് എന്റെ പേഴ്സണൽ ഇഷ്ടം എനിക്ക് ബിരിയാണിയാണ്. ഓക്കെ, അപ്പൊ അതിലെ ഉത്തരം ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ചില കോട്സ് പറയും, ഷെഫ് റിലേറ്റഡ് കോട്സ് ആണ്, ഫുഡ് റിലേറ്റഡ് കോട്സ് ആണ്. അതിൽ നിന്നായിരിക്കും ചോദ്യം വരുന്നത്. ഇപ്പം വർക്കാവാത്ത റെസ്റ്റോറന്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുക. ഇതൊരു ഷെഫിന്റെ കോട്ട. പരാജയപ്പെട്ട റെസ്റ്റോറന്റിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചേക്കുന്നത്. ശരിയാണോ? തീർച്ചയായിട്ടും. അതിപ്പം ഒരു റെസ്റ്റോറൻറ്റ് വർക്കായത് ജസ്റ്റ് നോട്ട് ബിക്കോസ് ഓഫ് ഫുഡ് മോശം കൊണ്ട് മാത്രമാണെന്നില്ല, പല കാരണങ്ങളുണ്ട്. പല റെസ്റ്റോറൻറ്റ് ക്ലോസ് ആവുന്നത് ചിലപ്പോൾ അവിടുത്തെ ഒരു റെൻ്റൽ, അതിൻ്റെ ഒരു ഓവർ ഹെഡ് കോസ്റ്റും അവിടുത്തെ റവന്യൂ കൂടെ മാച്ച് ആവത്തില്ല. ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ പല പ്രശ്നങ്ങൾ, STP, അതൊക്കെ ഇപ്പോഴത്തെ പല റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ, അതൊക്കെ അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ റീസൺ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് വർക്കായില്ലെങ്കിൽ യു ക്യാൻ ലേൺ എ ലോട്ട്. അത് മറ്റിടത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു ലേണിംഗ് ആണ്. ഓക്കെ, നമ്മൾ വയറല്ല മനസ്സാണ് നിറയ്ക്കണമെന്ന് പറയാറുണ്ട്. എങ്ങനെ മനസ്സ് നിറയ്ക്കുക? മനസ്സ് നിറയ്ക്കുക വെച്ചാൽ അത് സെർവ് ചെയ്യുന്ന രീതി, ദ വേ യു സെർവ്, വേ യു ഹോസ്റ്റ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ആതിഥ്യ മര്യാദയിൽ ഒരു മോശം ഭക്ഷണം കൊടുത്തു പോലും തൃപ്തിയാക്കാൻ പറ്റും. നിങ്ങൾ ലോകത്തെ മികച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ഏറ്റവും ബെസ്റ്റായിട്ട് കുക്ക് ചെയ്ത വലിയൊരു പ്ലാറ്റർ ഓഫ് ഫുഡ് മേളിൽ കൊണ്ട് വെച്ചിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് കൂടി, അല്ലെങ്കിൽ അവരെ ഒരു റെസ്പെക്റ്റ് ഇല്ലാണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറും നിറയില്ല, മനസ്സും നിറയില്ല. അതേപോലെ ഒരു സാധാരണ ഒരു ഭക്ഷണം, ഒരു പെട്ടെന്ന്
കൊടുക്കുന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഇത് കഴിക്കൂ, ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ്, ഇന്ന് കിട്ടിയത് ഇതേ ഉള്ളൂ, മീനില്ലായിരുന്നു, അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു സംഭവമാണ്, പഴകിയ. അവിടെ പോലും നമുക്കിപ്പോൾ ഒരാളൊരു വീട്ടിൽ വരുന്നുണ്ട്, അവർ പറയാണ് ഞാനിപ്പോൾ ഇത്തിരി ചമ്മന്തി, ഇവിടെ കറി തീർന്നു പോയി, ഞാൻ ഇത്തിരി ചമ്മന്തി അരച്ച് ചോറ് തരട്ടെ. ആ കേൾവിയിൽ ആ ചമ്മന്തി ഒരു വലിയൊരു സ്പ്രെഡ് ഓഫ് ബൊഫെ കഴിക്കുന്നതിന് തുല്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ അങ്ങനെയാണ് മനസ്സ് നിറയാന്ന് പറയുന്നത്. അടുത്ത കോട്ടാണ് റെസിപ്പി ഹാസ് നോ സോൾ, ഷെഫാണ് സോൾ. അതെ, തീർച്ചയായിട്ടും. എങ്ങനെ സോൾ ഇടും? സോൾ ഇടുന്ന വെച്ചാൽ റെസിപ്പി എന്ന് പറഞ്ഞ ഒരു ഗൈഡൻസ് ആണ്. അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റാം, ഇല്ലേ? അതൊരു പ്രോസസ്സാണ്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഫിഷ് നിർവാണിയുടെ റെസിപ്പി ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ എന്നെക്കാട്ടി മികച്ച രീതിയിൽ അത് ഇന്നോവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും. അപ്പോൾ സോൾ എന്ന് പറഞ്ഞത് നമുക്ക് അതിനകത്ത് എങ്ങനെ ഇടും, ബാക്കിയൊക്കെ ഒരു ഗൈഡൻസ്, നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ചിട്ട് മാറ്റാം. അപ്പോൾ റെസിപ്പിക്കാട്ടിൽ ഉപരി അതെങ്ങനെ ഉണ്ടാക്കുന്നു, അത് എങ്ങനെ നമ്മൾ അതിനകത്ത് എന്ത് ആ ഒരു ആത്മാവിൻ്റെ ഒരു അംശം കൂടെ ചേരുമ്പോഴാണ് അത് ഞാനിപ്പോൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് ഒരു കസ്റ്റമറിനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഒരു കല്യാണത്തിനാണ്, അപ്പോൾ അത് പണം കൊടുത്ത് കഴിക്കുന്നവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഏതൊരാൾ അത് ഓപ്പോസിറ്റ്, അത് പണം കൊടുത്തോ ഫ്രീ ആയിട്ടോ അതൊരു അന്നദാനത്തിലാണെങ്കിലും, പക്ഷേ കഴിക്കുന്ന ആളുടെ മുമ്പിൽ നമ്മൾ എൻ്റെ കൈ കൊണ്ടുണ്ടായ ഒരു ഭക്ഷണം ഏറ്റവും സുരക്ഷിതമായിട്ട് അയാൾക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ഫസ്റ്റ്, ഞാൻ എല്ലാ കുട്ടികളടുത്തും പറയാറുണ്ട്. ഇപ്പോൾ പഠിപ്പിക്കാൻ ഒരു ടീച്ചിങ് ഒരു എഡ്യൂക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ കൂടുതൽ ചോദിക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും ആദ്യം പറയേണ്ടതാണ്, നമ്മളുണ്ടാക്കുന്ന ഒരു സാധനം എൻ്റെ കൈ കൊണ്ട് യു ഹവ് ടു മേക്ക് ഷുവർ അത് ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റ് അല്ലെങ്കിലും ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കൈ, അത് നിങ്ങൾക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റണം. നല്ല ഫുഡ് അവിടുത്തെ ലോക്കൽസിനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ റീല് കണ്ടിട്ടാണ് മെയിൻലി പോകുന്നത്. അത് നല്ലതും ചീത്തയിനകത്ത് ഉണ്ട്, അല്ലെ? നല്ലതും തെറ്റും ശരിയും തിരിച്ചറിയാന്നുള്ളത് ഒരു അവരവരുടെ ഒരു റിസ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഒരു റീല് കണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ബ്ലോഗറുടെ ഒരു സംഭവം അത് ജെന്യൂൻലി അയാൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയുന്നതാണോ, അല്ലെങ്കിൽ അതൊരു ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ അതൊരു കൊമേഴ്സ്യലി ചെയ്തതാണോ എന്നൊക്കെ വെച്ചുമ്പോഴാണ് ഈ ഒരു എക്സ്പെക്ടേഷൻ. ഒരു ഞാനിപ്പോൾ ഈ മിനി എന്ന് പറഞ്ഞ ആ 8 സീറ്റുള്ള കടയുടെ ഒരു വീഡിയോ ഇടുകയാണ്. എന്നെ സംബന്ധിച്ച് അത് ഒരിക്കലും അവർക്ക് അവിടെ ഒരു 10,000 രൂപ കച്ചവടമുള്ള ആൾക്ക് ചിലപ്പോൾ എന്നെപ്പോലെ ഒരു ഷെഫിനോ അല്ലെങ്കിൽ ഒരു ഹൂവർ പൈസ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അവിടെ പോയി നമ്മൾ നാച്ചുറലി പറയുന്ന എന്തായിരിക്കും, ആ 8 സീറ്റുള്ള കട ഇത്രയും ഫുഡുണ്ട്, ഇതാണ് ഒരു തിരക്ക്, ഇങ്ങനെയുള്ള ആ ഒരു എക്സ്പെക്റ്റേഷൻ പോവുകയാണെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല. ഞാൻ പിന്നെ അല്ലാണ്ട് വേറെ റെസ്റ്റോറൻറ്റിൽ വാങ്ങിയിട്ട് ഇവിടെ ഇതിന്നതാണ്, ഇവിടെ ഏറ്റവും ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ റീല് കണ്ട് നിങ്ങൾ പോയാൽ ഒരു പക്ഷേ നിരാശപ്പെടേണ്ടി വന്നേക്കാം ചില സമയം. ഡോണ്ട് സ്റ്റഡി, ജസ്റ്റ് കുക്ക്. പഠിച്ചുകൊണ്ടിരിക്കാതെ കുക്ക് ചെയ്ത് പഠിക്കാമെന്നായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് ഭയങ്കര സ്ട്രോങ്ലി ബിലീവ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ പല ആൾക്കാരുടെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷമായിട്ട് എനിക്ക് ഒത്തിരി ആൾക്കാരെ അറിയാം. നമ്മുടെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കും, ഷെഫ് ഞാനിങ്ങനെ കുക്കിംഗ് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു, നിങ്ങളുടെയൊക്കെ റെസിപ്പിയൊക്കെ കണ്ട് ട്രൈ ചെയ്ത് ഇപ്പോൾ സോ ഇൻട്രസ്റ്റഡ്, വീട്ടിലെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ പറയും. അപ്പോൾ അവർ ഇത് ആദ്യം ചെയ്തതൊക്കെ തെറ്റാണ്. അവരൊരു സാധനം ആദ്യമായിട്ട് നിങ്ങളൊരു കുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പെർഫെക്റ്റ് ആവണമെന്നില്ല. ഒരു ചമ്മന്തി പോലും മര്യാദയ്ക്ക് അരയ്ക്കാൻ പറ്റില്ല ആദ്യം. പക്ഷെ ഒരു 10 തവണ ചെയ്യുമ്പോൾ ഇത് സ്പൈസ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ലേ, മാങ്ങ ഇത്ര അരച്ചത് പുളി കൂടി, അപ്പോൾ ഇച്ചിരി മാങ്ങ കുറയ്ക്കാം. അപ്പോൾ അതാണ് അത് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മീൻകറി ഒരു പരിചയമില്ലാത്ത, ഇനിയിപ്പം ബ്രോ ഒരു നാളെ തൊട്ട് കുക്കിംഗ് ഒരു മീൻകറി ഉണ്ടാക്കണം, ബട്ട് സെയിം ഇൻഗ്രീഡിയൻസ് 10 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഒരേ സാധനം വെച്ചാൽ 11ാമത്തെ മീൻകറി പുളി എന്നല്ല അമേസിങ്, നിങ്ങൾ തന്നെ ഞെട്ട്. അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഇന്നിട്ട കടുക് ഇവിടെ അല്ലെങ്കിൽ ഈ ഉലുവ ഇന്നിട്ടത് കരിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കയ്പ്പ്, അത് എന്തിൻ്റെ കയ്പ്പാണെന്നറിയില്ല. നെക്സ്റ്റ് ഡേയിൽ ആ ഉലുവ കറക്റ്റായിട്ട് ഇട്ടു, ആ കയ്പ്പ് മാറുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെ പുളി കൂടി, ഇത്രയും പുളി ഒരു 1/2 ലിറ്റർ സോസാണ്, 1 കിലോ മത്തിയാണ്, പക്ഷെ ഞാൻ പിഴിഞ്ഞ പുളി ഇച്ചിരി കൂടി, അല്ലെ കുടംപുളി ഒരെണ്ണം എക്സ്ട്രാ ആയിപ്പോയി. അതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുളി കൂടിപ്പോയി. അപ്പോൾ ഇത് ഇത്തിരി ഇവിടെ കുറയ്ക്കാം. സോ ഇത് നേരത്തെ പറഞ്ഞ കൈപുണ്യം പ്രാക്ടീസ് ഘടകമാണ്. ബേസിക്സ് ഉണ്ടോ കുക്കിങ്ങിന് മിനിമം നമ്മൾ പാലിക്കേണ്ട വീട്ടിലാണെങ്കിലും? ഡെഫിനറ്റ്ലി. എന്തൊക്കെയാ? ഏറ്റവും ആദ്യം നേരത്തെ പറഞ്ഞ ഒരു ഹൈജീൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. കാരണം പണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ പ്യുവറായിരുന്നു. ഒരു അഡൾട്ടറി ഇല്ലാത്ത ഒരു സംഭവത്തിൽ നിന്നാണ് ഇതൊക്കെ മാറിയിട്ട് കൊമേഴ്സ്യലി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് അഡൾട്ടറായിട്ടുള്ള ഫുഡുമായിട്ടാണ് ഇപ്പോൾ. അതിൻ്റെ കൂടെ അൺഹൈജീനിക് കൂടെ ആണെങ്കിൽ എന്താണ് എൻ്റെ ഇത് പണ്ട് ശുദ്ധമായ വസ്തുക്കൾ ആർക്കും മായം ചേർക്കാൻ അറിയത്തുമില്ല, മായം ചേർക്കാൻ അതിലും കൂടുതൽ വിലയാവുമായിരുന്നു. അവിടെ നിന്നാണ് ടെക്നോളജിയൊക്കെ മാറി മായം ചേർത്ത് ലാഭം ഉണ്ടാകാറ്. ഇപ്പോൾ പാലിനകത്ത് വെള്ളം ഒഴിക്കുന്ന പോലും ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അന്ന് നമ്മുടെ ഹൈജീൻ പ്രശ്നമില്ല. ഹൈജീൻ ഇല്ലെങ്കിലും
വൃത്തിയില്ലെങ്കിലും നല്ല ഭക്ഷണം ഉള്ളിൽ ചെല്ലുന്നതുകൊണ്ട് വലിയൊരു ഡേഞ്ചറസ് ഇല്ലായിരുന്നു. അന്നത്തെ മഞ്ഞൾ വീട്ടിൽ നിന്ന് ഉണക്കിയെടുക്കുന്നു, മുളക് പോയി വാങ്ങിച്ചിട്ട് കഴുകി വെയിലത്തിട്ട് ഓരോ ഓണത്തിന് പോയി ഒരു വർഷത്തേക്കുള്ള മുളക് ഉണക്കി അല്ല മല്ലി പൊടിച്ചൊക്കെ വെച്ചിട്ട് കഴിക്കുന്ന. അപ്പോൾ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ബാക്കിയുള്ള ഒരു ഹൈജീൻ ഇല്ലെങ്കിൽ അത് വലിയൊരു എഫക്റ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മളുടെ മുമ്പിൽ ഒരുപാട് അഡൾട്ടറി ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അതിനോടൊപ്പം ഹൈജീനും കൂടി ഇല്ലെങ്കിൽ അത് രണ്ടും കൂടെ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? അപ്പോൾ ഒരു ബേസിക് ആയിട്ട് ഒരു കുക്ക് അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് അതൊരു റെസ്റ്റോറൻറ്റ് ഷെഫ് ആവണമെന്നോ ഒന്നുമില്ല. വീട്ടിലെ അമ്മയായാലും ഭർത്താവായാലും ആരായാലും കുക്ക് ചെയ്യുന്നവർ ബേസിക്കലി ഫസ്റ്റ് പ്രയോറിറ്റി അതിൻ്റെ ഒരു ബേസിക് ഹൈജീൻ്റെ ഒരു എത്തിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നോളജ് ലേൺ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സമയത്ത് ഈ മത്സ്യം, മാംസങ്ങൾ പലതും ക്രോസ് കണ്ടാമിനേഷൻ വഴി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അലർജി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചെമ്മീൻ്റെ അലർജി ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾക്കുണ്ടാവും, പക്ഷെ അതേ കത്തിയിൽ അതേ പിച്ചാത്തിയിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് പച്ചക്കറി അരിഞ്ഞാലും അയാൾക്കത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഒരു ബേസിക് നോളജ് കുക്കിങ്ങിനകത്ത് ലേൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഈ കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വളരെ ഡേഞ്ചറാണ്. പിന്നെ അതായത് ഇപ്പോൾ ഈ ഫിഷ് കട്ട് ചെയ്ത് അല്ല ചിക്കൻ കട്ട് ചെയ്ത കട്ടിംഗ് ബോർഡ് വൃത്തിയായിട്ട് കഴുകി അല്ല ആ നൈഫ് വൃത്തിയായിട്ട് ആവുക, അല്ല അതിൻ്റെ ഒരു ട്രേസ് മതി, വേറൊരു തരത്തിൽ അത് ബാക്ടീരിയ ഒന്ന് പെറ്റുപെരുകി ഒരു ബൈനറി പോലാണ് ഇത് ആഡായി. രണ്ട് കത്തിയാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വളരെ വൃത്തിയായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കുക. ചിലരൊന്നും അതൊന്നും ബോധർ ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഫ്രിഡ്ജിനകത്ത് പഴയ ഭക്ഷണങ്ങൾ എടുത്ത് ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് കൊണ്ട് ഔട്ട് ചെയ്ത് കളയുക, പച്ചക്കറികൾ ഇങ്ങനെ കൂട്ടമായിട്ട് വാങ്ങിക്കുക. ഏറ്റവും മലയാളികളുടെ ഏറ്റവും ഒരു വളരെ മോശമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് മര്യാദയ്ക്ക് അറിയില്ല. ദേ ഡോണ്ട് നോ ഹൗ ടു പ്ലാൻ എ മീൽ ഫോർ എ വീക്ക് ഒരു ഫാമിലി. അതൊക്കെ ജർമ്മൻസിനെയാണ് കണ്ട് നമ്മൾ എക്സാമ്പിൾ ചെയ്യേണ്ടത്. അപ്പോൾ ജർമ്മൻസൊക്കെ നെക്സ്റ്റ് അടുത്ത മാസം 25-ാം തീയതി ഡിന്നറിന് ഞാൻ ബ്രോക്കലിയാണ് കഴിക്കുന്നത് അവർക്കറിയാം. അതനുസരിച്ച് അവർ ദാറ്റ്സ് ഹൗ ദേ ഷോപ്പ്, ദാറ്റ്സ് ഹൗ. അപ്പോൾ അതിൻ്റെ ബഡ്ജറ്റ് ആയാലും അതിൻ്റെ എല്ലാം കൊണ്ടും കാര്യങ്ങൾ ബെറ്ററായിട്ട് വരും. അപ്പോൾ അതായത് നമ്മളുടെ നെക്സ്റ്റ് ഒരു വീക്കിൽ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിനെ കുറിച്ച് അറിയുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ച് നിങ്ങളൊരു കൂടെ ഒരു കിറ്റ് പച്ചക്കറി ഉണ്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കും, ഒരു അവിയൽ വയ്ക്കും, ഒരു സാമ്പാർ വയ്ക്കും, ഒരു തോരൻ വയ്ക്കും, ബാക്കി അവിയും ചീത്തും എടുത്തുകൊണ്ട് കളയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നടത്തണം. ഒരു ഫാമിലി ഒരു മാൻ നെക്സ്റ്റ് വീക്ക് എന്താണ് കഴിക്കുന്നതെന്നുള്ളത് ഒരു പ്ലാനിങ് നിങ്ങളുടെ ബഡ്ജറ്റിന് എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നറിയോ? അപ്പോൾ ഈ ആഴ്ച ഓക്കെ ഇന്ന് ഡിന്നർ നമ്മൾ ഒരു ദിവസം ഇന്ന് നെക്സ്റ്റ് ഡേ സാറ്റർഡേ നമ്മൾ വീട്ടിലാണ് കഴിക്കുക, അല്ലെ സൺഡേ നമ്മൾ ഔട്ടിന് പോവാണ്, നമ്മൾ ഡിന്നർ റെസ്റ്റോറൻ്റാണ്. ഇതൊരു പ്ലാൻ നേരത്തെ ഉണ്ടാവണം. ഇപ്പോൾ ഇത് ചിക്കൻ കറിയാണ്, അല്ല ഇന്ന് ഫിഷാണ്, അല്ല രാവിലെ ഞാൻ തോരൻ, അപ്പോൾ ഇന്ന് ലഞ്ചിന് എനിക്ക് ഒരു വെജ് ഒരു തോരൻ വേണം, അപ്പോൾ അത് നമുക്ക് ഒരു പച്ചക്കറി ഇന്നത് വാങ്ങിച്ചാൽ മുരിങ്ങയ്ക്ക വാങ്ങിച്ചാൽ ഒരു സാമ്പാറിനകത്താക്കാം, അല്ലെങ്കിൽ ഇത് ഒരു കൂട്ടുകറിക്കകത്താക്കാം എന്ന്. അപ്പോൾ അത് പ്ലാൻഡാണ് വെജിറ്റബിൾസൊക്കെ. അല്ലാതെ വാങ്ങിച്ച് നമ്മൾ വലിയ വില കൊടുത്ത സാധനങ്ങൾ വാങ്ങിച്ച് അത് ഉപയോഗിക്കാണ്ട് പലതും ചീത്തയാക്കി കളയുന്ന ഒരു ശീലം മലയാളികളുണ്ട്. അപ്പോൾ അതെപ്പോഴും ഈ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. മീൽ പ്ലാനിങ് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പാഴാക്കുന്നത് വലിയ ക്രൈമാണ്. അത് ഇതിനെക്കാട്ടി മുമ്പേ ഉള്ളത് ഈ റോ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വാങ്ങിച്ച് പച്ചക്കറികൾ എത്ര നിങ്ങളുടെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയാൽ കാണാം, എത്രയോ തക്കാളിയെങ്കിലും, അല്ലെങ്കിൽ അതൊരു കറക്റ്റ് ഒരു സാലഡ് ഉണ്ടാക്കി ആദ്യം അന്നത്തെ ദിവസം തീർക്കണം. അറ്റ്ലീസ്റ്റ് ഒരാഴ്ചക്കെങ്കിലും പ്ലാൻ ചെയ്യണം. ഒരു 1 വീക്ക് പ്ലാനിങ് ഈസ് ദ ബെസ്റ്റ്. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഭയങ്കര വലിയൊരു മാറ്റം ഉണ്ടാവും. ഒരാഴ്ച നമുക്കറിയാം എത്ര മീൽ, അതിൻ്റെയൊക്കെ കാരണം ഒരു യൂറോപ്പിൽ നിങ്ങളൊരു ഗസ്റ്റായിട്ട് വിളിക്കും. അപ്പോൾ അവർ 4 പേര് ഉള്ളൊരു വീട്ടിൽ നിങ്ങളെ 4 പേര് വെച്ചാൽ 4 പേർക്കുള്ളൊരു മീല്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ശീലം വെച്ചാൽ നിങ്ങളിപ്പോൾ ഞാൻ ഗസ്റ്റായിട്ട് വിളിക്കുകയാണ്, റാഫി നിങ്ങൾ വരൂ എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയും. അപ്പോൾ വരാം, നിങ്ങൾ വൈഫുമാണ് ഞാൻ വിളിച്ചത്. എന്നിട്ട് ഫോണിട്ട് വിളിക്കുക, ചേട്ടാ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായി, അവരൊരു ഫാമിലി, വരൂ നമുക്ക് അവരെ കൂടെ ഉണ്ടാക്കാം. ആ 4 പേരുടെ ഫുഡ് 80 പേർക്കായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടുണ്ടായി. പക്ഷെ അവർക്കത് പറ്റില്ല. മറ്റേതെന്ന് വെച്ചാൽ അവർ അപ്പോഴേ അവർ ഡിപ്രഷനിലെത്തി. നിങ്ങൾ 2 പേരെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരാളുടെ എടുക്കണം. കാരണം അവരുടെ പോർഷൻ കൺട്രോളും കാര്യങ്ങളും പ്ലേറ്റും എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ആ ടേസ്റ്റിനേക്കാൾ ഉപരി അവരുടെ ആ എക്സ്പീരിയൻസ് ആണ് അവർ അവിടെ എൻജോയ് ചെയ്യുക. ഒരാൾ വന്ന് ആ എക്സ്പീരിയൻസ് മൊത്തം പോവും. അപ്പോൾ ആ രീതിയിൽ പ്ലാനിങ് എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മീൽ പ്ലാൻ ഒരു ഫാമിലി, പ്രത്യേകിച്ച് ഒരു 2 കുട്ടികളും ഹസ്ബൻഡ് വൈഫ് ജോലി ചെയ്യുന്ന ഒരു കൊച്ചി പോലൊരു ടൗണിലോ അല്ലെങ്കിൽ നിൽക്കുന്നവരുടെ മീൽ പ്ലാൻ. നിങ്ങൾ ഏത് ദിവസമാണ് ഡൈൻ ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് ദിവസമാണ് നിങ്ങൾ സ്വിഗ്ഗി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഒരു തോട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വേസ്റ്റേജ് കുറയും. വാങ്ങിക്കുന്ന സാധനങ്ങൾ എങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പച്ചക്കറി വാങ്ങിച്ചു, ഓക്കെ എനിക്കറിയാം ഇതൊരു അവിയൽ ഉണ്ടാക്കാൻ പറ്റും, ഇതൊരു കൂട്ടുകറി ഉണ്ടാക്കാൻ പറ്റും, ഇതിനെ എനിക്കൊരു വേറെ സാധനം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനാക്കാം. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഒരാഴ്ചത്തേക്കുള്ള ഷോപ്പിംഗ് കൃത്യമാണ്. ടൈം സേവ്, മണി സേവ്,
ആൻഡ് എൻവയോൺമെൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലോബൽ വാർമിങ്ങിന് നിങ്ങൾ ചെയ്യുന്ന ഒരു ഫുട് പ്രിൻ്റാണ് ഒരു കറിവേപ്പില പോലും എടുത്ത് റബ്ബിഷ് കളയുന്നത്. അതിന് എല്ലാം റീസണാണ്. ഒരു ചെറിയ നമ്മൾ ഏറ്റവും വേസ്റ്റ് നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൻ്റെ പറമ്പിലുള്ളതാണ്, പക്ഷെ ഒരു കറിവേപ്പില വെറുതെ എടുത്ത് അല്ലെങ്കിൽ ഒരു മല്ലിയില കരിച്ച് കളയുന്നത് പോലും ഗ്ലോബൽ വാർമിങ്ങിൽ നിങ്ങളുടെ ഓക്കെ. സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ലവ് ആണെന്നാണ് പറയാറ്. അതെ, മൊഹബത്ത്. യെസ്. ഷെഫിലയുടെ മൊഹബത്ത് എന്താണ്? സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്താണ്? എൻ്റെ അങ്ങനെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞ എല്ലാത്തിലും ഇടുന്ന സാധനം ഉണ്ടോ? എല്ലാത്തിലും ഇടുന്ന എനിക്ക് എല്ലാത്തിനും ഇടാൻ പറ്റിയില്ലെങ്കിൽ ദുഃഖമാവുന്നൊരു സാധനം കറിവേപ്പിലയാണ്. കറിവേപ്പില ഇല്ലെങ്കിൽ ഞാനങ്ങനെ സാധാരണ ആംഗ്രി ആവുന്ന ഷെഫല്ല, പക്ഷേ ഈ കിച്ചണിൽ കറിവേപ്പില ഇല്ലെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് എനിക്കത് കാണണം തൊട്ട് മുമ്പിൽ. അല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അത് കാരണം ഇവിടുത്തെ കാര്യമല്ല, നിങ്ങൾ എക്സ്പെൻസ് ചെയ്യേണ്ടത് ലണ്ടനിലെ കിച്ചണിലാണ്. ഇത് മോസ്റ്റ് എക്സ്പെൻസീവ് കറിവേപ്പിലയാണ്. ഒരു കറിവേപ്പ് ഒരു തണ്ട് ഒരു പൗണ്ടിന് ഒരു 8 ഇലയൊക്കെയാണ് കിട്ടുക ചില സമയത്ത്. അപ്പോൾ ഈ ഇന്ത്യയിലൊക്കെയുള്ള ഈ പെസ്റ്റിസൈഡിന്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ബാൻ ചെയ്ത് കളയും. അപ്പോൾ പിന്നെ വളരെ ഈ കള്ളക്കടത്തിൽ കൂടെയൊക്കെയാണ് കറിവേപ്പില ഉണ്ട്. സ്റ്റുഡൻസ് ഒക്കെ സൂട്ട് കേസ് നിറയെ കറിവേപ്പില കൊണ്ടുവരും ലണ്ടനിൽ. എന്നിട്ട് അവരുടെ ഒരു മാസത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് മൊത്തം ഒരു സൂട്ട് കേസ് കറിവേപ്പില കൂടെ കിട്ടുന്നവരുണ്ട്. പുതിയ രഹസ്യങ്ങൾ. അതായത് കറിവേപ്പില ചിലപ്പോൾ ബാൻ ചെയ്യും. കറിവേപ്പിലയാണ് ഈ ഇല വളരെ ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി അത് പെസ്റ്റിസൈഡ് കൂടിയാൽ യൂറോപ്പിലൊക്കെ ഇത് ബാൻഡാണ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനം. അല്ലെങ്കിൽ ബംഗ്ലാദേശ് പല സ്ഥലങ്ങൾ. പിള്ളേർ എനിക്കറിയാം ഒരു ടൈമിൽ നമ്മളൊക്കെ ഉള്ളപ്പം അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് 2 സൂട്ട് കേസ് നിറയെ കറിവേപ്പിലായിട്ട് കൊണ്ടുവന്ന് റെസ്റ്റോറൻറ്റ്സിനൊക്കെ കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കറിവേപ്പില ഇല്ലെങ്കിൽ വഴക്കുണ്ടാക്കുമായിരുന്നു ഞാൻ. ഇത് എടുത്ത് കളയുന്ന സാധനമല്ലേ? അതെ, നമ്മുടെ ഒരു ആത്മാവ്, ഒരു മലയാളിയുടെ ആത്മാവ് കറിവേപ്പിലയിലാണെന്നാണ് ഞാൻ പറയുന്നത്. അത് എന്തുകൊണ്ട് ബാക്കി എല്ലാം ഇപ്പം കറി ലീവ്സ് എന്നാണ് എൻ്റെ പേര് പോലും. കറി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഒരു കൺസെപ്റ്റിലാണ് കറീസ്. നമ്മളെല്ലാം മീൻ കറി അല്ലേ, ചിക്കൻ കറി, മട്ടൻ കറി എല്ലാം കറിയാണ് നമ്മളുടെ. അതിൻ്റെ ഇലയാണ് കറിവേപ്പില. പിന്നെ അതിൻ്റെ ഒരു നല്ലൊരു സുഗന്ധം, അതിൻ്റെ ഒരു ആരോമ എന്ന് പറഞ്ഞത് വേറൊരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പോൾ ഈ നേപ്പാളിലൊക്കെ ഇഷ്ടം പോലെ ഞാനവിടെ പോകുമ്പോൾ അവിടെ കറിവേപ്പില പശു പോലും തിന്നത്തില്ലെന്ന് പറഞ്ഞത്. അവരിങ്ങനെ മരം വലിയ കാട് പോലെ എല്ലാവരും പറിക്കത്തില്ല, അവർക്കൊന്നും താല്പര്യമില്ല. അപ്പം നമുക്ക് എനിക്ക് വലിയ വലിയ കറിവേപ്പില വൃക്ഷങ്ങളെ കാണുമ്പോൾ പാലക്കാട് ഞാൻ അവിടെ പോയി ഒരു ഫീച്ചർ ചെയ്യണം. ഞാൻ എന്നെ പോയി തൊഴുതു. ഒരു വലിയൊരു ആൽമരത്തിൻ്റെ കണക്ക് ഒരു കറിവേപ്പില. അതൊക്കെ ഒരു ഷെഫിനെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ ഏതെങ്കിലും ഒക്കെ ഒരു വീട്ടിൽ പോയാൽ ആദ്യം നോക്കി അവിടെ കറിവേപ്പില ഉണ്ടോ. കറിവേപ്പില പ്രേമിയാണ്. കറിവേപ്പില മരം ഒക്കെ ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു ഐശ്വര്യമുള്ളൊരു സ്ഥലമായിട്ടാണ് പറയുന്നത്. അപ്പോൾ കറിവേപ്പില എല്ലായിടത്തും അങ്ങനെ പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഫിഷ് നിർമ്മാണം ഉണ്ടാക്കുന്ന 28 റെസ്റ്റോറൻറ്റ് ചെയിൻസ് ഉള്ള ഫേമസ് ഷെഫ് പിള്ളേനെ അറിയാം. പക്ഷേ ഈ ഫേമസ് ഷെഫ് പിള്ളയ്ക്ക് മുന്നേ 15 വർഷത്തോളം കുക്കായിട്ടും വെയിറ്ററായിട്ടും വർക്ക് ചെയ്ത ഒരു ഷെഫ് പിള്ളയുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഷെഫ് പിള്ളേനെ ആക്കിയത് ആ ഷെഫ് പിള്ളയുടെ ഹാർഡ് വർക്കും ആഗ്രഹവും ഡ്രീമും ഒക്കെയാണ്. അപ്പോൾ ആ ഷെഫ് പിള്ളയുടെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ജോലി തുടങ്ങിയത് ബ്രീഫായിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ മതി. അന്നത്തെ ഷെഫ് പിള്ള എങ്ങനെയായിരുന്നു? 2 ജോലി ഒരേ സമയം ചെയ്തുകൊണ്ടിരുന്ന അന്ന് ഷെഫ് പിള്ള അല്ലല്ലോ, സുരേഷ്. അപ്പോൾ അത് അന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടായിട്ട് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ട് വേറൊരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ ജെറോം നഗറിൽ പോയിട്ട് പല കടകളിലൊക്കെ ചോദിച്ചു. ജോലി കിട്ടാണ്ട് അവസാനം വന്ന് റെസ്റ്റോറൻറ്റിൽ ജോലി കിട്ടി. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ ഒരു വെയിറ്ററായിട്ട് തുടങ്ങി. അങ്ങനെ വന്ന് അവിടെ വെയിറ്ററായിട്ട് തുടങ്ങിയിട്ട് അവിടുത്തെ കിച്ചണിൽ സമയം കിട്ടുമ്പോൾ അവിടുത്തെ ഷെഫിനെ സഹായിച്ച് കയറി. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു, ഇഷ്ടപ്പെട്ടു. ഇതൊരു കരിയർ ആണല്ലോ എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനകത്ത് കുറേ പ്രയത്നങ്ങൾ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ഒരു 15 ഇയേഴ്സ് അതിൻ്റെ പുറകെ നടന്ന് ഒന്നുമില്ലായ്മയെന്ന് ഇങ്ങനെ നടന്ന് ബിൽഡ് ചെയ്തിട്ടാണ് ഇംഗ്ലണ്ടിൽ പോവുകയും അവിടെ നിന്നാണ് ഷെഫിലായത്. കൊല്ലം ടു കോഴിക്കോട് ടു ബാംഗ്ലൂർ. അതെ, ഈ റൂട്ട് മാപ്പ് ഒന്ന് പറഞ്ഞു തരും. അയ്യോ, അതൊരു ലൈഫ് ചേഞ്ചിങ്. കൊല്ലം ഒരു സിനിമയ്ക്കുള്ള കഥ. കൊല്ലത്തുനിന്ന് കോഴിക്കോട് പോകുന്നത് ഞാൻ ചെസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കൊല്ലത്ത് ജോലി ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഡിസ്ട്രിക്ട് അണ്ടർ 18 സെലക്ഷനായി കണ്ണൂർ വെച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ മലബാറിലേക്ക് ആദ്യമായിട്ട് കൊല്ലം വിട്ടു പോകുന്നത്. എങ്ങനെയാണ് 17 വയസ്സാണെന്ന് തോന്നുന്നു. ആ സമയത്ത് കണ്ണൂർ പോകുന്നു. ജീവിതത്തിൽ ബിരിയാണി കഴിക്കുന്ന അവിടെ നിന്നാണ്. സഫേർ ടൂറിസ്റ്റ് ഒരു ടൂർണമെന്റ് നടക്കുന്നതിന്റെ മേലെ ഒരു കല്യാണം, വിളിക്കാത്ത കല്യാണത്തിന് കളി തോറ്റ 3 പിള്ളേർ ഒരുമിച്ച് പോയി ബിരിയാണി കഴിച്ചു. അപ്പോൾ അതുവരെയുള്ള ബിരിയാണി ഭയങ്കര, നമ്മുടെ നാട്ടിലെ ബിരിയാണി എന്ന് പറഞ്ഞൊരു സാധനം വേറെ ആയിരുന്നു. അന്നാണ് മനസ്സിലായി അതല്ല ബിരിയാണി എന്നുള്ളത്. അവിടെ വലിയ റൈസാണോ? അവിടെ വലിയ റൈസ്, ഒരു പുലാവിനകത്ത് ഒരു പീസൊക്കെ വെച്ചിട്ട് തരുന്നത്. അത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നില്ലേ. ഇല്ല, ചെറിയ റൈസിനകത്ത് മട്ടൻ, അതുകൂടാണ്ട് ഐസ്ക്രീം, അൺലിമിറ്റഡ്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഞാനും എൻ്റെ സന്തോഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ, പിന്നെ തനു ബാലക്, ഇപ്പോഴത്തെ ഫിലിം ഡയറക്ടർ ഉണ്ടല്ലേ, കോൾഡ് കേസിന്റെ, അയാള് ട്രിവാൻഡ്രത്ത്, ഞാൻ കൊല്ലത്ത്, കണ്ണൂരില്ല. ഞങ്ങൾ 3 പേര്. ഈസ് ഓൾസോ ചെസ് പ്ലെയർ. പുള്ളി ഡിസ്ട്രിക്ട് ചാമ്പ്യനൊക്കെ അല്ലേ. അപ്പോൾ പുള്ളി ഞങ്ങൾ 3 പേരും കൂടാണ് ഞങ്ങൾക്ക് റൂമായിരുന്നു. കളി തോറ്റിട്ട് ഞാൻ വിളിച്ചോണ്ട് പോയി. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് പരിപാടി അറിയാലോ.
നമുക്ക് കളി നേരത്തെ തോറ്റു, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ആ ടൂറിസ്റ്റ് ഹോമിൻ്റെ മേലെ വലിയ ഏതോ ഒരു മുസ്ലിം വെഡ്ഡിങ് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു അവർക്ക് പേടിയാ, പിള്ളേരല്ലേ. ഞാൻ പറഞ്ഞു പോരാ, നമുക്ക് പോയിരുന്ന് ഗസ്റ്റിൻ്റെ ആണെങ്കിൽ ഞങ്ങളവിടെ പോയിരുന്നു. അടിപൊളി മട്ടൻ ബിരിയാണിയാണോ ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണിയാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് കോഴിക്കോട് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫ് മാറ്റിമറിച്ചത്. അത് മലബാർ പാലസ് വെച്ചിട്ട് ഇതേപോലെ അണ്ടർ-18 സെക്കൻഡ് ടൂർണമെൻറ്റ് കോഴിക്കോട്. അങ്ങനെ ആ ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് ആദ്യം വലിയൊരു, അന്നത്തെ മലബാർ പാലസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഹോട്ടലാണ്, മാനാഞ്ചി റെസ്റ്റോറൻ്റ് അടുത്ത്. അവിടെ വന്ന് കളിക്ക് ടൂർണമെൻ്റ് ഇടയിൽ കളിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഈ പറഞ്ഞ അമ്മ മെസ്സിലും മറ്റേ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഫുഡ് കഴിച്ചപ്പം ഇത് അടിപൊളിയാണല്ലോ, നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ നമുക്കവിടെ ഒരുപാട് ഭക്ഷണം കേരളത്തിലെ അല്ല കൊല്ലത്തെ അല്ല തെക്കൻ കേരളത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ പോയി അങ്ങനെ വന്നത്. അങ്ങനെ കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ചെസ്സ് കൂടുതൽ കളിക്കാം, നല്ല ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ കൊല്ലത്തെ 3 വർഷത്തെ ജോലി വിട്ടിട്ട് നേരെ കോഴിക്കോട് വരുന്നു. കോഴിക്കോട് നേരെ ബാംഗ്ലൂർ പോകുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ ഒരു ചെറിയ സമയത്തേക്ക് കുമരകം ലേക്ക് റിസോർട്ടിൽ വന്നിട്ടാണ് അവിടെ നിന്നാണ് ലണ്ടനിലേക്ക് പോകുന്നത്. ഈ കോഴിക്കോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ബാംഗ്ലൂരിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോഴാണ് അത് കോഴിക്കോട്, അത് കേരളത്തിൽ അതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻ്റ് ആയിരുന്നു ഈ കോഴിക്കോട് ഞാൻ ജോലി ചെയ്തത്, കാസിനോ എന്ന് പറഞ്ഞാൽ. അന്നത്തെ സമയത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ചിന്തിക്കാൻ പറ്റാത്ത ഇൻറ്റീരിയർ, ടീ കൂടിൽ 3 ലെയറിന്. മലപ്പുറത്തൊക്കെ ആളുകൾ ജീപ്പ് പിടിച്ച് അവിടെ കഴിച്ചു കഴിയും. അന്ന് 45 രൂപയ്ക്ക് ബൊഫെ ലഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ബൊഫെ ഇത് 95-ലത്തെ കാര്യമാണ്. 95-ൽ ബൊഫെ എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവി പോലും ഇല്ല. അപ്പോൾ ലാവിഷ് ഐക്കൂറയൊക്കെ പൊരിച്ച് നല്ല സ്പ്രെഡ് ഉണ്ടാക്കി അത്രയ്ക്ക് വലിയ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യേണ്ടി വന്നു, അവരുടെ പാർട്ട്ണർഷിപ്പിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ ലാസ്റ്റ് ഡേ വരെ ഞാനവിടെ ഉണ്ട്. എല്ലാം പാക്ക് ചെയ്ത് മുതലാളിമാർക്കൊക്കെ സങ്കടത്തോടെ, മുതലാളിമാരെൻ്റെ ഇപ്പോഴും സുഹൃത്ത്, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മുക്കത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ 2 പാർട്ട്നേഴ്സായിരുന്നു, അസീസ്കയും അവർ 2 പേർക്കും അതാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ വരെ നിന്നിട്ടാണ് നേരെ അത് എൻ്റെ ജേണി അവിടെ നിന്ന് ബാംഗ്ലൂരേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂർ പിന്നെ ലൈഫ് മൊത്തം ചേഞ്ച് ചെയ്തത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഹെഡ് ഷെഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം 5 സ്റ്റാറിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം വരെയാണ്. ആഗ്രഹമാണ് ഷെഫിളെ ആക്കിയത്. തീർച്ചയായിട്ടും. അപ്പോൾ ലീല ഹെഡ് ഷെഫ് ആയിരുന്ന ആള് കോമി 2 ആയിട്ടാണ് ലീലയിലേക്ക് വരുന്നത്. അതെ. അപ്പോൾ പാഷന് വേണ്ടി നമ്മൾ പോകുമ്പം പൊസിഷൻ നോക്കാൻ പാടില്ല എന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം, അല്ലേ? നമുക്ക് ഈ സ്കില്ലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ശോഭിക്കാൻ പറ്റും. അപ്പോൾ ആ ശോഭിക്കാൻ പോകുന്നതിനകത്ത് എത്തുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഷെഫ് ആവുക എന്നുള്ളതാണ്, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ എന്താണ്, ഞാൻ പഠിച്ചിട്ടില്ല, അക്കാഡമിക്കലി സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ ഇതെല്ലാം ഒരിക്കലും, അപ്പോൾ എനിക്കൊരു ലീഗലി അല്ലെങ്കിൽ നേരെ ചൊവ്വേ ഒരു അപ്ലൈ ചെയ്ത് എനിക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ വേണ്ടത്, നിങ്ങളുടെ സ്കില്ല് വേറെ ഏതെല്ലാം രീതിയിൽ ഡെവലപ്പ് ചെയ്യുക, ഏതെല്ലാം എക്സ്പീരിയൻസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അവിടെ ഞാനപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഞാനൊരു 4 ഇയർ ഡിഗ്രി എടുത്ത്, അന്നത്തെ കാലഘട്ടത്തിൽ 4 ഇയർ ഡിഗ്രി എടുത്ത് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു 6 മന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കോമിയായിട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ എടുത്തേനെ. സോ ഐ ഹാഡ് ടു സ്പെൻഡ് അനദർ 6 ഇയേഴ്സ്. അപ്പോൾ ഈ 6 വർഷത്തെ ഇത്, അപ്പോൾ 6 വർഷത്തെ അതിന് വേണ്ടിയിട്ട് എനിക്കന്ന് 20,000 രൂപ എടുത്തൊരു ഇൻകം ഉള്ള, അല്ലെങ്കിൽ അവിടുത്തെ ഒരു കംഫർട്ട് സോണിലുള്ള ജോലിയും കളഞ്ഞ് 5,000 രൂപയ്ക്ക് വേറെ ഒന്നുമില്ല, അക്കോമഡേഷനില്ല, മറ്റേ താമസമുണ്ട്, എല്ലാം ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. മറ്റേ ഇവിടെ ഫുഡുണ്ട്, ഡ്യൂട്ടി ടൈം മാത്രം. ഇതെല്ലാം മാറ്റിമറിച്ചിട്ടാണ് അത് യെസ് പറയുന്നത്. അപ്പം അതാ പറഞ്ഞത്, ചില സമയത്ത് നമുക്ക് അവിടെ ഒരു വലിയ, നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ഉള്ളപ്പം നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്നാൽ അത് വേറെ രീതിയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇവിടത്തേക്ക് ചെറിയൊരു സാക്രിഫൈസ് അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു മാനസികമായിട്ടുള്ള ആ ധൈര്യം ഒരുപാട് പേര് കാണിക്കില്ല. അത് എനിക്കൊന്നും ഒരുപക്ഷെ അത് കാണിച്ചല്ല, അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന കാര്യമാണ്. ആ ഇൻസെക്യൂരിറ്റി ആണോ, ഉള്ളിലൊരു ഭയമാണോ എന്നൊക്കെ വെച്ചിട്ടാണ് ചിലപ്പോൾ അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ പോകാൻ. ഞാനൊരു പക്ഷേ ആ കോക്കനട്ട് ഗ്രൂവിൽ അല്ലെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ നിന്നാൽ ഇപ്പോഴും അവിടെ നല്ല ശമ്പളമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോകും. പക്ഷേ ഐ ലേൺ ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് എത്തപ്പെട്ടതാണ് ജീവിതം മാറി ഒരു ഷെഫ് പിള്ളേത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഷെഫായിട്ടോ വേറെ അറിയാൻ പറ്റില്ല, ഡെസ്റ്റിനി ചിലപ്പോൾ വേറെ ഇതിലും വലുതായേക്കാം, അതൊക്കെ നമുക്ക് അറിയില്ല, ഒരിക്കലും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഈ ആ ഒരു മൂവ് എടുത്തത് വലിയൊരു മാറ്റമാണ്. ഈ കോക്കനട്ട് ഗ്രൂവ് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും 2 ജോലി ചെയ്യുന്നുണ്ട്. അവിടെ രാവിലെ കിച്ചൺ, വൈകിട്ട് വെയിറ്റർ, അങ്ങനെ എല്ലാം, അങ്ങനെ കുറെ പരിപാടികൾക്ക്. അതിന്റെ ഇടയിൽ കിട്ടുന്ന 3 മണിക്കൂർ ബ്രേക്കിൽ പോയി ഇന്റർനെറ്റ് നോക്കി പഠിക്കുന്നു പറഞ്ഞു. അതെ, അതാണോ ശരിക്കും ലീലയിൽ കിട്ടാൻ കാരണമായത് 5 സ്റ്റാറിൽ? അല്ല, അതെല്ലാം ഒരു കാരണമാണ്, അത് മാത്രമല്ല. അപ്പൊ അത് നമ്മൾ മൊത്തത്തിൽ അവിടെ പോയി ഒരു അവരെ ഫൈനലി ആ ഒരു ഇന്റർവ്യൂവിന് വിളിക്കണമെങ്കിൽ
ഒരു അന്നത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഹോസ്പിറ്റാലിറ്റിയിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മിനിമം നോമാണ്. ഒരു ഡിഗ്രി ഒരു ഹോസ്പിറ്റാലിറ്റി ഇതില്ലാണ്ട് ആരും എടുക്കില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ എടുക്കണമെങ്കിൽ അവരെ അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചതാണല്ലോ എൻ്റെ ഫസ്റ്റ് ഒരു പിടിവള്ളി. അവിടെ നിന്നാണല്ലോ പിടിച്ചു കയറിയത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു ഇതെല്ലാം എങ്ങനെ കയറി ലീലയിൽ കയറിയത് വലിയൊരു ഒത്തിരി തവണ ഇങ്ങനെ അപ്ലൈ ചെയ്തു അവരിങ്ങനെ വിളിക്കും, പിന്നെ വരാൻ പറയും, അങ്ങനെ ഒഴിവാക്കുന്ന ഒരു ഘട്ടം നമുക്കറിയാലോ. നമ്മളിങ്ങനെ വിടാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടേയിരുന്നു. രാത്രി ഇന്റേൺ ആയിട്ട് വന്ന പിള്ളേർക്ക് ദോശ വിട്ടു കൊടുത്താണ് ഷെഫ് പിള്ളെ ലണ്ടനിൽ എത്തിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഹാൻഡ് ഓഫ് യൂണിവേഴ്സ്, ഒരു അദൃശ്യകരം എവിടുന്ന് വേണമെങ്കിലും വരാം അല്ലെ? തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റും അവരെ. ഉറപ്പായിട്ടും അതൊരു ഒരിക്കലും അന്ന് നമ്മൾ ചിന്തിച്ചിട്ടുള്ള ദോശ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദോശ ഇട്ട് കൊടുക്കുന്നതിൻ്റെ അവരൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന പോലെയാണ്. അപ്പോൾ അവരുടെ ചോദിക്കും ചേട്ടാ എന്തൊക്കെയാ പരിപാടി, എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഞാൻ പറയടാ എനിക്കിങ്ങനെ അമേരിക്കയിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം. എനിക്ക് അമേരിക്ക, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ തലയിൽ ഇങ്ങനെ, ബിക്കോസ് ഈ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ ആയിരുന്നു എൻ്റെ ഒരു ക്രിക്കറ്റ് കൊണ്ടായിരിക്കും അവർ. പക്ഷേ നമ്മളെപ്പോഴും ക്രിക്കറ്റ് കളി, ഞാൻ ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഓസ്ട്രേലിയയിൽ നടക്കുന്ന മത്സരങ്ങളായാലും ഇംഗ്ലണ്ടിൽ നടക്കുന്ന മത്സരമൊക്കെ വാർത്തയിലൊക്കെ വായിച്ചൊക്കെയുള്ള ആ നഗരങ്ങളെക്കുറിച്ചുള്ള, അപ്പോൾ അവിടെ പോകണം എന്നുള്ളത്. അങ്ങനെയാണ് അവർ CV ഒക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്തത്, ആഗ്രഹങ്ങൾ ഷെയർ ചെയ്ത്. അതെ, അവര് സ്നേഹം കൊണ്ട് ഷെഫിളുടെ CV ഉണ്ടാക്കി ലണ്ടനിലേക്ക് അയച്ചതാണ്. യെസ്, വാവ്. അവരിപ്പോ അവിടെ ഉണ്ട്. ഒരാൾ US ഒരാൾ മിഡിൽ ഈസ്റ്റിലുണ്ട്. ദോശ കൊടുത്ത സ്നേഹം കൊണ്ട് അവരെന്ന് വെച്ചാൽ ആ സമയത്ത് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അവർക്ക് ഇന്റേൺ ആണ്, അവർക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ മിഡ് നൈറ്റ് സ്നാക്സ് എന്ന് വെച്ചാൽ അവർ ഈ ഓഡിറ്റിലാണ്, IT ഇന്റേൺസ് ആണ്. അപ്പോൾ അവരുടെ ജോലി 1 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ രാത്രിലത്തെ ഭക്ഷണവും കഴിയും. അപ്പോൾ അവരുടെ പണി കഴിഞ്ഞിട്ട് 4 മണിക്ക് വരുമ്പം വിശന്നിരിക്കുന്ന 2 മലയാളി കുട്ടികൾക്ക് നമ്മൾ ദോശ ഇട്ട് കൊടുത്ത് സന്തോഷിപ്പിച്ചാണ്. അന്നേരം ഒന്നുമല്ല, അതിൻ്റെ ഒരു ഉപകാര സ്മരണ എന്ന നിലയിൽ അവർക്ക് എന്തെങ്കിലും ഉള്ളൂ. അങ്ങനെ എനിക്ക് അന്ന് ഇടയ്ക്ക് എൻ്റെ ബ്രേക്കിന് എന്നെ അവർ ഇൻ്റർനെറ്റൊക്കെ കൊണ്ട് കാണിക്കും. അന്ന് ഇൻ്റർനെറ്റ് കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഒന്ന് ലോഗിൻ ചെയ്ത് കാണുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ അവർ പഠിപ്പിച്ചു. അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് വെളുപ്പംകാലത്ത് കുറച്ച് സമയം ഫ്രീ കിട്ടുമ്പോഴൊക്കെ അവരുടെ ഓഫീസിൽ പോയി നമ്മളെ കാണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇത് സംഭവം. പക്ഷെ അന്ന് മൊബൈല് ഒഴിവാക്കിയിട്ട് പോകുന്നിരുന്ന കോള് കിട്ടില്ല. അതൊക്കെ ഇതെല്ലാം ഭയങ്കര ഒരു കണക്റ്റഡ് ആണ്. എന്നാൽ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് കല്യാണം കഴിക്കാനായിട്ടാണല്ലോ കുമരകം ലേക്ക് റിസോർട്ടിൽ വരുന്നത്. അപ്പോൾ ആ CV കൊടുത്ത സമയത്തുള്ള മൊബൈൽ അന്ന് റോമിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫോൺ നമ്പർ മാറ്റിയേ പറ്റൂ. ചാലുവാക്കിയിട്ട് ചാലുമല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഇത് ഓർത്തിട്ടുമല്ല, ഞാൻ വെറുതെ എൻ്റെ നമ്പർ ഇഷ്ടം, അത് ആ നമ്പർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ നമ്പർ കളയണ്ട, എന്തെങ്കിലും തിരിച്ചിനി ബാംഗ്ലൂർ വന്നാൽ ഈ നമ്പർ എടുക്കാമല്ലോ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഒരു ഫോൺ വാങ്ങി എൻ്റെ ഫ്രണ്ടിന് കൊടുത്തതാണ്. നീ എനിക്ക് സിം ഇട്ടോളൂ, അവിടെയാണ് ആ കോൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പിന്നീട് നമ്മൾ ഈ ഡോട്ട് ഫില്ല് ചെയ്യുമ്പോൾ ലണ്ടനിൽ എത്തണമെന്ന് തീരുമാനിക്കപ്പെട്ടതാണ്. അതെ, അല്ലെങ്കിൽ എനിക്ക് അതിശയം എന്ന് വെച്ചാൽ അത് പിന്നീട് അതിലേക്ക് വലിയൊരു കാര്യം വെച്ചാൽ ഈ ലണ്ടനിലെ ജോലി എന്ന് പറഞ്ഞാൽ അവർക്ക് 8 റെസ്റ്റോറൻ്റ് ഉണ്ട്. ഈ 8 റെസ്റ്റോറൻറ്റിൽ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ കേരള ഫുഡ്. അത് ഒരേ ഒരു 8 ഐറ്റം, ഒരു ഷെഫേ ഉള്ളൂ. അതിന് ഷെഫ് ഉണ്ടായിരുന്നു. ഈ ഷെഫ് താജിലെ ഏറ്റവും മികച്ച ഒരു ഷെഫിനെ അവർ കൊണ്ടുപോയി. ഈ ഷെഫ് അവിടെ കൊണ്ടുപോയി എന്തോ ഒരു യൂണിയൻ പ്രശ്നം ഉണ്ടാക്കി അയാളെ 2 മാസം കൊണ്ട് പുറത്താക്കി. അല്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും ഈ ഒരു അവസ്ഥ ഇതാ ഞാൻ പറയില്ല, ഈ കണക്ഷൻ എന്ന് പറയുന്നില്ല, ഈ യൂണിവേഴ്സ് പറയുന്ന പോലെ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് കണക്റ്റ് ആവുന്നതാണ്. കണക്റ്റായി. കോവിഡ് ടൈമിലാണ് സ്റ്റക്കായ ഷെഫ് പിള്ള. അതെ, കോവിഡ് കഴിയുമ്പോഴേക്കും 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഷെഫ് പിള്ളയായി മാറുകയാണ്. അപ്പൊ അതും സത്യം പറഞ്ഞാൽ നമ്മുടെ വഴിക്ക് വന്നു. കോവിഡ് ശരിക്കും അന്നാണ് വീഡിയോസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് ഒരു വളരെ ചലഞ്ചിങ് ആയിട്ടൊരു ടൈം, കരിയർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു രാജ്യത്ത് 10 ദിവസം പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതെ അൺസർട്ടനിറ്റിയിൽ നമ്മൾ ആകെ ഡിപ്രസ്ഡ്, ഫാമിലി നാട്ടിൽ, നമ്മൾ വേറെ അടുത്ത്, അങ്ങനെ ഇരിക്കുന്നൊരു സമയത്തിന് നമ്മൾ അതും പ്ലാൻഡ് അല്ലല്ലോ, നമ്മളത് ചുമ്മാ രസത്തിന് ചെയ്ത കാര്യം വളരെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നൊരു ജേർണി ആയിട്ട് മാറുന്നു. അത് ഒരുപാട് അന്ന് കുറച്ച് പേർക്ക് അറിയാവുന്ന ഒരു ഷെഫ് പിള്ള എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് ചിലപ്പോൾ എന്നെ അറിയായിരിക്കാം. ഞാൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇടുക, അല്ലെങ്കിൽ ഷെഫ് എന്നൊക്കെയുള്ള രീതിയിലുള്ള അറിയാം. പക്ഷെ അതൊരു വലിയൊരു നമ്പർ ഓഫ് പീപ്പിളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് അത് മാറി എന്നുള്ളതാണ്. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററും കൂടി ആവണോ നമ്മൾ? ആയാൽ വെൽ ആൻഡ് ഗുഡ്. ഇന്നത്തെ ഒരു കാലത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒക്കെ ഇപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് അതൊക്കെ പറയും, ഷെഫ് വളരെ പ്ലാൻഡ്, യു ബിൽഡ് എ പേഴ്സണൽ ബ്രാൻഡിങ്, നിങ്ങൾ ഷെഫ് പിള്ള എന്നുള്ള പേര് കറക്റ്റായിട്ട് ആ ബ്രാൻഡിനെ കറക്റ്റാക്കി നിങ്ങൾ റെസ്റ്റോറൻറ്റ് അങ്ങനെ ബിൽഡ് ചെയ്തു, ഇതെല്ലാം നിങ്ങൾ അതിന് മുമ്പ്
മുമ്പ് സോഷ്യൽ മീഡിയ ഇതൊന്നും പ്ലാൻഡ് അല്ലല്ലോ. ഞാൻ അവരുടെ അടുത്ത് പറയും, ഞാനിത് ചില കാര്യങ്ങൾ ഓർഗാനിക്കലി ചെയ്ത് പെർഫെക്റ്റ് ആയാൽ അത് പെർഫെക്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാനിങ്ങനെ പല കാര്യത്തിന് എന്നെ വിളിക്കാറുണ്ട് ഗസ്റ്റായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ പോകുമ്പോൾ ആളുകളെല്ലാവരും പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ. അതല്ല, ഞാൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ കണ്ട് പഠിക്കൂ. ആദ്യം പുള്ളി അത് ഷെഫ് പിള്ള എന്നുള്ളൊരു പേരുണ്ടാക്കി, അത് കഴിഞ്ഞ് ഇതാക്കി, അത് കഴിഞ്ഞ് എന്നെ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തു. അറിയാതെ വന്നാണ് ഇങ്ങനെ. ഇത് എങ്ങനെ നിങ്ങൾ ഈ പേരൊക്കെ നമ്മൾ ഒരിക്കലും ഇത് ആര് പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ. ഒരു കേസ് സ്റ്റഡി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞ സാധനം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പലപ്പോഴും പറയുമ്പോൾ അത് നിർബന്ധമായിട്ടും ചെയ്യണ്ടേ. പക്ഷെ അതൊരിക്കലും അത് ഓർഗാനിക്കലി സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ട് വരിക. അല്ല നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് നാളെ കുറച്ച് പൈസ ഉണ്ട്, അപ്പോൾ ഇന്നേ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് ചെയ്താൽ ഏച്ചു വെച്ചാൽ കുറച്ച് മുഴച്ചിരിക്കും. പക്ഷേ എന്ന് കരുതി ചെയ്യാണ്ടിരിക്കരുത്. സോ അത് അവരുടെ പേഴ്സണൽ ലൈഫിലോ പേഴ്സണൽ കരിയറിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ അതെപ്പോഴും ഗുണമാണ്. ഇന്ന് ആ ഒരു ലൈഫ് ഓഫ് ആളുകളുടെ ഇടപഴകലും ആളുകളുടെ ജഡ്ജ്മെൻറ്റും സോഷ്യൽ മീഡിയയും റിയൽ ലൈഫുമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ അത് അതൊരിക്കലും സോഷ്യൽ മീഡിയയിലുള്ളതായിരിക്കത്തില്ല റിയൽ ലൈഫ് പോലും. എന്നാൽ പോലും അത് നല്ലതാണ്. ലോകത്ത് എല്ലാവരും ഒരുപാട് സ്ഥലത്തുനിന്ന് കൊളാബിന് വിളിക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഷെഫ് പിള്ളയുടെ കൂടെ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ. ഷെഫ് പിള്ളയുടെ കൂടെ റെസ്റ്റോറൻറ്റ് തുടങ്ങണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വിളിക്കും. അപ്പോൾ ഇപ്പോൾ അത് ഒരു റെസ്റ്റോറൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 3-4 കോടി രൂപ, ഡിപ്പെൻസ് ഓൺ ഡിഫറെൻറ്റ് സിറ്റി. കേരളത്തിലൊക്കെ അതാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരിക 3 കോടി ഒരു നല്ലൊരു 100 സീറ്റ്, ഒരു ഫൈൻ ഡൈനിങ്, ഒരു അത്യാവശ്യം നല്ല ഒരു 0 to finish റെസ്റ്റോറൻറ്റാണ്. അത് മിഡിൽ ഈസ്റ്റിൽ എത്തുമ്പോൾ അതനുസരിച്ചിട്ട് കുറച്ച് 20%, 30% മൂവും. യൂറോപ്പിലെത്തുമ്പോൾ അത് പിന്നെയും വർദ്ധിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് താല്പര്യമുള്ള ആൾക്കാർ നമ്മളിങ്ങനെ വിളിക്കും. നമ്മളപ്പോൾ അത് നോക്കി അതിൻ്റെ ഫീസിബിൾ സ്റ്റഡിയൊക്കെ ചെയ്ത്, പണ്ടങ്ങനൊന്നും അല്ല, ഓക്കെ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളങ്ങ് ചെയ്യുമായിരുന്നു. ഇപ്പം അതല്ല. എന്താ നോക്കുക, അവരുടെ താല്പര്യം, ഫുഡിനോടുള്ള ഇഷ്ടം, അവരുടെ താല്പര്യമല്ല, നമ്മളുടെ ഒരു കൺസെപ്റ്റുമായിട്ട് അവർക്ക് എങ്ങനെ പോകും. അവർ പറഞ്ഞ ആ സിറ്റിയിൽ അതിന് എത്രമാത്രം ഒരു ഫീസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അവരുടെ അടുത്ത് നമുക്കൊരു 4 വർഷം 5 വർഷത്തെ ഒരു ഡാറ്റ കയ്യിലുണ്ട്. ഇതിൻ്റെ റിസ്ക്കുകൾ എന്തൊക്കെയാണ്. മറ്റേ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഡാറ്റ ഇല്ല. നമ്മൾ കാണുന്ന എല്ലാം പോസിറ്റീവ്നെസ് ആണ്. അപ്പോൾ ഈ വർഷം ചിലപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഭയങ്കര നല്ല ബിസിനസ് ആയിരിക്കും. ഒരു തേർഡ് ഇയർ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. പിന്നെ അടുത്ത വർഷം വീണ്ടും അത് ബിൽഡ് ആവും. ഇതിൻ്റെ ഇടയിൽ മൾട്ടിപ്പിൾ. അപ്പോൾ ഇതൊക്കെ ഒരു അവെയർ. ഇപ്പോൾ ഒരാളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ പറയാനുള്ളൊരു മറ്റേതൊന്നും അല്ലല്ലോ. ഒരു കച്ചവടം ചെയ്യാൻ നമുക്കത് 1 കോടി കച്ചവടം ചെയ്ത് 20% പ്രോഫിറ്റ്, ഒരു 20 lakh പ്രോഫിറ്റ് എവരി മന്ത് കിട്ടും എന്നുള്ളൊരു ഡാറ്റ വെച്ചിട്ടായിരിക്കും പറയാം. ഇപ്പോൾ നമ്മൾ ഒരിക്കലും അത് പറയാൻ പറ്റില്ല. ഒരു ഹോൾ ഇയറിൽ ഒരു 4 സീസണിൽ ഏതെങ്കിലും ഒരു സീസൺ വേസ്റ്റ് ആവാം. ആ വേസ്റ്റ് ആവുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊരു ലോങ് ടൈം ബിസിനസ്സാണ്. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രോഫിറ്റ് മാത്രം എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവർ വരരുത്. അതൊരിക്കലും വളരെ മാജിക്കലി വല്ല അപൂർവമായിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് മാത്രമായിരിക്കും അങ്ങനെ സംഭവിക്കുക. കാരണം 90% ഇറ്റ് ടേക്ക് ടൈം. ഒരു 3 years ഒരു ROI കിട്ടാനൊരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഒരു മുടക്കിയ മുതൽ തിരിച്ച് കിട്ടാൻ ഒരു 3 വർഷമെങ്കിലും മിനിമം വേണം. ഇപ്പം തുടങ്ങുന്നതിനെക്കാട്ടിലും കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് പൂട്ടി പോകുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് തുടങ്ങും മിനിമം നോക്കേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് ഷെഫ് പിള്ളയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു ഫീസിബിൾ സ്റ്റഡി തന്നെയാണ്. ആ കൺസെപ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് ചെയ്യണം. അപ്പം നമുക്കൊരു ഐഡിയ ആദ്യം വേണം. ഒരു കൺസെപ്റ്റാണ് ആദ്യം വേണ്ടത്. ആ കൺസെപ്റ്റ് ഇല്ലാണ്ട് എങ്ങനെയെങ്കിലും റെസ്റ്റോറൻറ്റ് തുടങ്ങി ഏതെങ്കിലും ഒരു ഷെഫിനെ വിളിച്ച് ഏതെങ്കിലും ഒരു മെനു ഉണ്ടാക്കിയിട്ട് അങ്ങ് പോവാണ്. അല്ല, ഏതെങ്കിലുമൊക്കെ വിജയിക്കും, ഏതെങ്കിലുമൊക്കെ പൂട്ടും. അത് പൂട്ടാനാണ് കൂടുതൽ സാധ്യത. നമുക്കത് ഒരു കൺസെപ്റ്റ് എടുത്താൽ ഇതിവിടെ വർക്കാവോ, ഈ നാടിന് അത് ആവശ്യമാണോ, ഈ നാട്ടുകാരുടെ എങ്ങനെ അറിയും, അതാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ പല കാര്യങ്ങൾ വെച്ച് അത് അങ്ങനെ ചെയ്യുന്നവരുടെ അത് സസ്റ്റൈനബിളായിട്ട് പോകുന്നുണ്ട്. അത് അപ്പോൾ എറർ വളരെ കുറവാണ്. ഫോറം മാളില് ഷെഫിളുടെ റെസ്റ്റോറൻറ്റിൽ 100 രൂപയ്ക്ക് മീൽസ് ഉണ്ട്. അതെങ്ങനെ കൊടുക്കാൻ പറ്റുന്ന എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിപ്പോൾ അതൊരു വലിയൊരു എനിക്ക് വേണമെങ്കിൽ അത് ഒരു മാരിയറ്റിൻ്റെ ഒരു 5 star ഹോട്ടലിലെ പ്രോപ്പർട്ടിയാണ്. ഒരു 5 star എക്സ്പീരിയൻസിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് മാരിയറ്റും പ്രസ്റ്റീജ് ഗ്രൂപ്പോട് ഇൻവെസ്റ്റ് ചെയ്തൊരു സ്ഥാപനമാണ്. അപ്പോൾ 200 സീറ്റ്, കേരളത്തിലൊരു ഫസ്റ്റ് ബാറാണ് ഒരു മോളിനുള്ളിൽ. അങ്ങനെ പല പ്രത്യേകതയുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഒരു 100 രൂപയ്ക്കെങ്കിലും അത് കൊടുക്കണം എന്നുള്ളത് എൻ്റെ അങ്ങനെ പിടിക്കാം. അത് മാരിയറ്റിനോട് നമ്മൾ പറഞ്ഞു. അവർ സാധാരണ മാരിയറ്റിലൊരു മിനിമം ഒരു ഫുഡിന് 600-700 രൂപയൊക്കെ വേണം. അവരുടെ ഒരു സ്റ്റാൻഡേർഡ് കീ, ഒരു 5 star ബ്രാൻഡ് അല്ലേ. അപ്പോൾ അതിനകത്താണ് അങ്ങനെയാണ് വന്നത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞത് നഷ്ടമാവോ 100 രൂപയ്ക്ക് മീൽസ്? നോട്ട് അബൌട്ട് നഷ്ടം ലാഭമൊന്നല്ല. അതിൻ്റെ ഒരു സയൻസ് മാനേജ് ചെയ്യാൻ പറ്റും. അതൊരു സയൻസ് ആണല്ലോ. ഇപ്പോൾ എല്ലാവരും വന്ന് 100 രൂപയുടെ ഊണ് മാത്രമല്ലല്ലോ കഴിക്കുക. സോ ഇറ്റ്സ് ഡസൻറ്റ് മീൻ ദാറ്റ് ആളുകളെല്ലാം വന്ന് 100 രൂപയുടെ ഒരു ഊണ് മാത്രം കഴിച്ചിട്ട് പോകുന്ന അതൊരു ആളുകൾക്ക് നമുക്കൊരു മിനിമം അങ്ങനെയും കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. ഒരു ഹൈലൈറ്റ് ആണത്. അതെ, ലോ കോസ്റ്റ് ഹൈ മാർജിൻ.
അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ടോ? പിന്നെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു മെനു തന്നെ എപ്പോഴും ഈ ലോ കോസ്റ്റ് ഹൈ മാർജിൻ, ഹൈ കോസ്റ്റ് ലോ മാർജിൻ എന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ ഒരു മെനുവിനകത്ത് മൊത്തം വരുമ്പം ഇതെല്ലാം വ്യത്യാസമായിട്ടായിരിക്കും. അതെങ്ങനെ കറക്റ്റായിട്ട് എഞ്ചിനീയറിങ് ചെയ്യുമ്പോഴാണ് ഒരു 100% സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ ഒരു കോസ്റ്റ്, ഫുഡ് കോസ്റ്റും ഓവർ ഹെഡ് കോസ്റ്റും പേറോൾ കോസ്റ്റും ഇതെല്ലാം ചേർന്നിട്ടാണല്ലോ ഫൈനലി ഒരു പ്രോഫിറ്റ് കിട്ടണ്ടേ. നിങ്ങളൊരു 10 ലക്ഷം രൂപയുടെ കച്ചവടം ചെയ്തിട്ട് നിങ്ങൾക്കൊരു 20% അല്ലെ 15% കിട്ടണമെങ്കിൽ അത് ഇതേപോലൊരു സംഭവമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കച്ചവടം ചെയ്യുന്നത് തിരക്കുണ്ട്, കാര്യങ്ങളൊക്കെ അവസാനം നോക്കുമ്പോൾ മുതലാളിയുടെ കയ്യിലൊന്നും കാണില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ അപ്പം ഒരു നെയ്മീൻ അല്ലെങ്കിൽ ഭയങ്കര ലാം ചോപ്സ് അല്ല അങ്ങനെയൊക്കെയുള്ളൊരു സാധനം എപ്പോഴും ഒരു ഹൈ കോസ്റ്റും ലോ പ്രോഫിറ്റും ആയിരിക്കും. കാരണം നിങ്ങൾക്ക് വാങ്ങുന്നത് തന്നെ ഒരു വലിയ വില കൊടുത്താണ്. അപ്പോൾ അത് പിന്നീട് വലിയൊരു ലാഭം ഇട്ട് വെക്കണമെങ്കിൽ അത് ഭയങ്കര ഭീകരമായ പൈസ. അപ്പോൾ അത് ആരും വാങ്ങിക്കില്ല. അപ്പോൾ അത് വാങ്ങിക്കണം, നിങ്ങൾക്കൊരു അഫോർഡബിളായിട്ട് വാങ്ങിക്കാൻ പറ്റുമ്പോൾ ഒരു മാർജിൻ കുറയും. അതാണ് ഹൈ കോസ്റ്റും ലോ പ്രോഫിറ്റ് ആയിട്ട്. ഫുഡ് ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ മാറേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ അടുത്ത 5 വർഷത്തിൽ അതെന്തായിരിക്കും? ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഹൈജീൻ ഒരു വലിയൊരു കാര്യമായിട്ട് മാറണം. അതിൻ്റെ ഒരു ഫുഡ് സേഫ്റ്റിക്കാരാണോ നോക്കണ്ടേ? ഫുഡ് സേഫ്റ്റി ആണോ മെയിൻലി? സേഫ്റ്റി മാത്രമല്ല, അതൊരു എല്ലാവരുടെയും കളക്റ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ്. നോട്ട് ലൈക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ഫുഡ് പോയിസൺ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരുമ്പോൾ ഫുഡ് സേഫ്റ്റി FSSAയെ നമ്മൾ ബ്ലെയിം ചെയ്യുമോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണറെ പറയുമോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെ ഗവൺമെൻറ് ഒരു കളക്റ്റീവായിട്ട് ഇൻക്ലൂഡിങ് നാട്ടുകാരുടെയും ഹോട്ടലിയേഴ്സിൻ്റെയും സിസ്റ്റത്തിൻ്റെ എല്ലാം കളക്റ്റീവായിട്ടുള്ള ഒരു രീതിയിലാണത് മാറേണ്ടത്. ഞാനൊരു ഫുഡ് എന്ന നിലയിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റ് നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. അപ്പോൾ അവിടത്തേക്ക് ഒരു ഹൈജീൻ സ്റ്റാൻഡേർഡ് മേക്ക് ഷുവർ ചെയ്യുന്നത് ഒരു മിനിമം എവിടെ ആയാലും ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്വാളിറ്റി ഫുഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യങ്ങളിൽ അത് അവിടെ നിയമം പാലിക്കണം. അപ്പോൾ കേരളം പോലൊരു ചെറിയൊരു സംസ്ഥാനത്തൊക്കെ അത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഒരൊറ്റ ദിവസം കൊണ്ടോ ഒരു കാലഘട്ടം കൊണ്ടോ അല്ല, പക്ഷെ അതിനൊരു തുടക്കം ഉണ്ടാവണം. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരിടത്തൊരു ഇഷ്യൂ വന്നാൽ പിന്നീട് പല റെയ്ഡും എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് അത് ജനങ്ങളും അത് ബോധവൽക്കരണമാണ്. അപ്പോൾ ജനങ്ങൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ മാത്രമാണ് അല്ലേ. കേരളത്തിൻ്റെ അതിർത്തി കടന്ന് ഒരു മായം കലർന്ന ഫുഡ് വരില്ല എന്നൊരു സിസ്റ്റം ഉറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഹോട്ടലുകാരന് കിട്ടുന്നൊരു മീറ്റ് പഴകിയത് വെച്ചിട്ടുണ്ടാക്കി കുറച്ച് പേർക്കൊരു ഫുഡ് പോയിസൺ ഉണ്ടായാൽ ആ ഹോട്ടലുകാരനെ മാത്രം കുറ്റമല്ലല്ലോ, ഈ മാർക്കറ്റിൽ എങ്ങനെ അത് ലഭ്യമായി ഇല്ലേ. അപ്പോൾ അതാണ് ഒരു മിഡിൽ ഈസ്റ്റ് ഒരു പോട്ടിൽ ഒരു സാധനം വന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു സാധനം ഒരു മാർക്കറ്റിലേക്ക് എത്തുക. ആ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു മികച്ച സാധനം ബൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ മാറി നമ്മുടെ ഫിഷ് സ്റ്റോളുകൾ, മീറ്റ് സ്റ്റോളുകളിലൊക്കെ ഒരു ബേസിക് ഹൈജീൻ പ്രോസസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10 വർഷം കൊണ്ടെങ്കിലും നമുക്ക് കുറേ വലിയൊരു മാറ്റം വരും. അത് ആരെങ്കിലും ഇന്നൊരു കോൾ എടുത്തിട്ട് ഇപ്പോൾ ഒരു ഫിഷ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. വേറെ എന്തുകൊണ്ട് വലിയ രാജ്യത്ത് ഒരു അടച്ച തണുത്ത മുറിയിൽ മാത്രമാണ് ഇറച്ചി വെട്ടി വിൽക്കാൻ പറ്റുള്ളൂ. അത് ആ കണ്ടാമിനേഷനാണ് ഉണ്ടാകുന്നതും ക്ലൈമറ്റിൻ്റെ പ്രശ്നമുള്ളതും ഒക്കെയാണ്. ഇവിടെ ഒരു തടിയിൽ എപ്പോൾ വേണേലും വെട്ടി അത് കഴുകണോ കഴിയില്ലെങ്കിലും പിറ്റേ ദിവസം വേണേലും ഒക്കെ അറുത്ത് ആർക്ക് വേണേലും ഇറച്ചി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ പല പല പ്രശ്നങ്ങളുള്ള ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയല്ല. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു മാറ്റം വന്ന് സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല അല്ലേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, അത് എല്ലാ വ്യക്തികളുടെ ഒരു റൈറ്റാണ് ഒരു സേഫ് ഫുഡ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതൊരു ഔദാര്യമായിട്ട് ഞാനിങ്ങനെ തരുള്ളൂ എന്നല്ല. അപ്പോൾ അവർക്ക് അതൊരു മിനിമം ബൈ ഹാർട്ടിൽ ഒരു ടെൻഷൻ ഇല്ലാണ്ട് ഒരാൾക്ക് കഴിക്കാൻ പറ്റണം. ഇത് ഓക്കെ വാട്ടവർ. അപ്പോൾ അതിന് ഒരു സമൂഹം എന്ന നിലയിൽ മനുഷ്യരും ഇത് നടത്തിപ്പുകാരെന്നുള്ള ഹോട്ടൽ കാറ്ററിങ് അല്ലെങ്കിൽ ഇതിൻ്റെ അവരും അതിൻ്റെ കൂടെ സിസ്റ്റവും സർക്കാരും കൂടെ ഒരുമിച്ചൊരു കൈ കോർത്താൽ ഒരു ഭക്ഷ്യവിഷബാധയിലൂടെ ഒരാൾക്കൊരു പ്രശ്നം വരാതിരിക്കുന്ന ഒരു അടുത്ത 10 വർഷം കേരളം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ സൂപ്പർ. ഹൈജീൻ നമ്മൾ ഡിമാൻഡ് ചെയ്യണം. സേഫ് ഫുഡ് നമ്മുടെ അവകാശമാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഷെഫ് പിള്ള. ഒരുപാട് നമ്മൾ വെറുതെ ഇരുന്ന് സമയം എത്ര പോയെന്ന് പോലും എനിക്കറിയാം. 2 മണിക്കൂർ എന്നിട്ടും പല കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റില്ല, അത്രയും പറയാനുണ്ട്. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒത്തിരി നാളായിട്ട് നിങ്ങളെ കാണണം, ഇവിടെ ഇരിക്കണം എന്നൊക്കെ കരുതിയിരുന്നതാണ്. അപ്പോൾ ടൺ കണക്കിന് ഫൺ. താങ്ക് യു സോ മച്ച്.